ഇൽമിന്റെ ഉം. സദസ്സിലേക്ക് സ്വാഗതം. രണ്ട് ബീവിമാരെ അവതരിപ്പിക്കുന്ന ഇൽമിന്റെ സദസ്സാണത്. ഹലോ. ഹലോ, ആരാ ഇത്? 4000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന്റെ മുതലാളി. അതെ, എല്ലാവർക്കും കൗണ്ടറാണ്. വീരമുത്ത് കൗണ്ടർ, 4000 സബ്സ്ക്രൈബേഴ്സിന്റെ മുതലാളി. അതിന്റെ ഇടയ്ക്ക് ചിലരൊക്കെ പറയണ്ട് പാത്ത് ഞാനും നീയും തെറ്റിന്നൊക്കെ പറയണ്ട് കേട്ടോ. നമ്മള് ചാനൽ തുടങ്ങിയത് അപ്പൊ തന്നെ തെറ്റിപ്പിരിഞ്ഞത്, അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട്. എന്താ ഉണ്ടായത് പാത്തു? എന്താണ്, ഞാൻ ഈ രശ്മിക മന്ദാരന്റെയും വിജയ് ദേവർകൊണ്ടിന്റെ കല്യാണക്കാര് ശ്രദ്ധിക്കുന്നതിന്റെ ഇടയിൽ ചാനൽ മറന്നുപോയി. അതിനവര് മെനയാന്നല്ലേ കല്യാണം കഴിച്ചത്. അതിനു മുമ്പ് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു ആരായിരിക്കും ഈ വിജയ് ദേവർകൊണ്ട. നീ ആയിരിക്കും കല്യാണം ആലോചിച്ചതൊക്കെ. അതൊക്കെ ഞാനായിരുന്നു. അല്ല, എന്താണ് ശരിക്കും, എന്താണ് സംഭവം? ശരിക്കും അതെ അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റിപ്പിരിഞ്ഞിട്ടൊന്നുമില്ല. അത് പെണ്ണുങ്ങൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അപ്പൊ തന്നെ തെറ്റിപ്പിരിയും, അതൊന്നും നമ്മൾ ചെയ്തില്ല. ആക്ച്വലി തുടക്കത്തിൽ കുറച്ചൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു. നമ്മുടെ കുത്തകകളുണ്ടല്ലോ ഗൂഗിൾ, അവര് നമുക്കൊരു പണി തന്നു. പിന്നെ നമ്മൾ പാവം അബലകളായ സ്ത്രീകൾക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല, അതിന്റെ ഒരു മെയില് നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വീണ്ടും തുടങ്ങാനൊക്കെ വിചാരിച്ചു, വീണ്ടും ഊർജ്ജസ്വലരായി വീണ്ടും തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് കുറച്ച് തിരക്കുകളിൽ പെട്ടു. അത് കാരണം തൽക്കാലം അവിടെ വെച്ചതാണ്. പക്ഷെ നമ്മൾ വരും അല്ലേ പത്തു? സാമ്രാജ്യത്തിന് തൊലയട്ടെ. സാമ്രാജ്യത്തിന് തൊലയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്. അങ്ങനല്ല, ഇൻകുലാബ് സിന്ദാബല്ല, അങ്ങനല്ലേ, എന്താണ് പാട്ടിന്റെ പേര്? ഇത് പുണ്യജന്മമാണ് തങ്ങൾ ചിന്താബാദ്. സിന്ദാബാദ്. അതെ, ഗൂഗിളിനെതിരെ നമ്മൾ സമരം ചെയ്ത് നമ്മൾ വീണ്ടെടുക്കും. നമ്മൾ ചാനൽ ഗൂഗിളിനെതിരെ സമരം ചെയ്ത് വീണ്ടെടുക്കും. ആരും ഏതോ ദുഷ്ടശക്തികൾ നമുക്ക് പണിയുന്ന പോലെ അല്ലേ? അതെന്നെ എനിക്ക് സംശയമുണ്ട്. ഇനി മറ്റ് എക്സ് മുസ്ലിങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു ചാനലിന്റെ പോക്ക് കണ്ടിട്ട് അസൂയാലുക്കളായി നമുക്ക് പണി തന്നതാണെങ്കിലോ? സംശയമില്ല, സംശയിക്കേണ്ടിയിരിക്കും. അതെ. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ കാര്യപരിപാടികൾ പാത്തു? എന്നൊക്കെ പാത്തുവിന്റെ ഡയറക്ഷനിലാണ്. എല്ലാവരും എന്നോട് പറയും, പിങ്കിനെ കണ്ടില്ലേ, പിങ്കിന് ഭയങ്കര വിവരാണ്, പിങ്കിന്റെ നോളജ് കണ്ടില്ലേ, പിങ്ക് ഒരു വിജ്ഞാന കുതികയല്ല, വേറൊരു സാധനം ഉണ്ടല്ലോ, വിജ്ഞാനത്തിന്റെ അങ്ങനെ. പോരട്ടെ, ഇനി വരട്ടെ, വേറെന്തൊക്കെ പറയുന്നത്? ഞാന് ഒരു പിങ്കിനെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ചാനൽ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അത് ശരി. അമ്പട പൊടുസു. മുന്നോട്ട് പോകുന്നത് നല്ല പ്ലാനാണ്, വളരെ നല്ല പ്ലാൻ. ഇതിനൊക്കെ ഞാന് ബില്ല് അയക്കുന്നതായിരിക്കും. അങ്ങനെ ആരാണിവർ ഇവരൊക്കെ എന്റെ അടുത്തേക്ക് വിടും, എന്റെ ഇൻബോക്സിലേക്ക് വിടും ഇവരൊക്കെ. വേറെ ചില ആൾക്കാരെ ഇൻബോക്സിലോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ പോക്സോ ടീം. ഒരുപാട് റീൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഈ കിളിച്ചുണ്ട മാമ്പഴത്തിൽ ഒരു പാട്ട് വെച്ചിട്ട് 45ഉം ഇപ്പൊ 25. പണ്ട് ഈ കുട്ടി 10 വയസ്സും ഞാന് 30 വയസ്സായിരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാവരും ഇങ്ങനെ ഒരു 5000 റീൽസ് ഉണ്ട്. അതെ, സ്പൂക്കി റീൽസ് അല്ലേ? അത് ഇഷ്ടംപോലെ ഉണ്ട്. ആ റീൽസ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ അതെ, അതിനെ പറ്റി പറയുകയാണെങ്കിൽ അരോചകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുക, അതിനെപ്പറ്റി എനിക്ക് അതപ്പൊ തൽക്കാലം പറയാനുള്ളത്. കാരണം അവർക്ക് തന്നെ അറിയാം അതൊരു പോക്സോ കേസാണ്, എന്നിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ അതിങ്ങനെ പ്രചരിപ്പിക്കുക. അതിലെന്താണ് ഭയങ്കര ഗ്ലോറിഫൈ, അതെന്തോ ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് കാണിക്കുക അല്ലെ? കണ്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അത് പിങ്ക് എന്ത് വർത്താനാണ് ഈ പറയുന്നത്? കാരണം പോക്സ് ഒന്നല്ല, ഞങ്ങൾ കല്യാണം കഴിച്ചില്ലേ, അപ്പൊ പിന്നെ പോക്സ് കേസ് മാറി പുതിയ ഇവര് കണ്ടുപിടിച്ച, ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച കുറച്ച് ഭാവങ്ങളാണിത്. പോക്സ് മാറും. എങ്ങനെ? പിന്നെ കല്യാണം കഴിക്കുമ്പം 18ആയി. അപ്പൊ നിങ്ങൾക്ക് പോലീസുകാർക്ക് എന്താണ് തോന്നിക്കൽ പഞ്ചായത്തിലെ കാര്യം? കല്യാണം കഴിക്കുമ്പോൾ 18ആയല്ലോ. പക്ഷെ ഇവരേക്ക് തീരെ മനസ്സിലാകാത്തത് അവര് ശരിക്കും ചെയ്യുന്നത് ഗ്രൂമിങ് തന്നെയല്ലേ? അതെ അതെ, ഗ്രൂമിങ് ആണ്. കാരണം ഇത്രയും പ്രായമുള്ള ആൾക്കാർ, എസ്പെഷ്യലി 30s ഇപ്പം ബെയർലി 18 ആണെങ്കിലും ഇവര് പറയും പ്രായപൂർത്തിയായില്ലേ, ബെയർലി 18 ആണെങ്കിലും. ഇവര് ഇനിയിപ്പം നമ്മൾ പൊതുവെ പറയാറുണ്ട് ഈ പീഡോഫൈൽസിനെ കുറിച്ചിട്ട്, ഇവര് പൊതുവെ ആണുങ്ങള് 40 വയസ്സിലെ ആണുങ്ങളൊക്കെ ചിലപ്പം 20 വയസ്സിലെ ഗേൾസിനെ ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇവര് ഓക്കെ
പൊതുവെ നമ്മൾ പറയും ഈ നല്ല പ്രായമുള്ള ആണുങ്ങള് ചെറിയ ഉം, പെൺകുട്ടികളെ പിന്നാലെ നടക്കുമ്പോ ഇവര് 18 വയസ്സ് വരെ കാത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ 18 വയസ്സുള്ള ആൾക്കാർ മുതൽ നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ 16 തൊട്ട് നോക്കും അവർ ശരിക്കും. പക്ഷെ അത് ഉം, ആയത് കാരണമാണ് ഉം, ലീഗൽ അല്ലാത്തത് മാത്രമാണ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ ഉം, റീൽസ് അതും അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ചെറിയ ഉം. കുട്ടിയാകുമ്പോൾ തന്നെ ഇങ്ങനെ ഗ്രൂം ചെയ്ത് എടുത്തിട്ട് അവർക്ക് പിന്നെ ചുറ്റും വേറൊരു ലോകമൊന്നുമില്ല. അതെ, അത് എന്ന് പറഞ്ഞാല് അവരൊരു ഈക്വൽ പൊസിഷനിലല്ല. ഒരു ഓൾഡർ ആയിട്ടുള്ള ഒരു മാൻ ആവുമ്പോൾ അതിന്റെ ബ്രെയിൻ വാഷ് ചെയ്യാനും ആ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാനും നീ പറഞ്ഞ കാര്യം അവരുടെ ലോകം ഈ ഒരു മനുഷ്യനിലേക്ക് ചുരുങ്ങി അവരുടെ കുട്ടിക്കാലം നഷ്ടപ്പെട്ട് പിന്നെ അവരങ്ങോട്ട് 18 ജസ്റ്റ് ആവുമ്പത്തേക്ക് കല്യാണം കഴിക്കുന്നു അല്ലെ. അവർക്ക് ഇനി കൂടുതൽ ഇപ്പൊ പഠിക്കാനൊക്കെ ചിലവർക്ക് പറ്റുമായിരിക്കും. പക്ഷെ മിക്കവരും ആ ഒരു ഫാമിലി സെറ്റപ്പ് ഞാൻ ആലോചിക്കരുത്. ഞാൻ ഈ 15-16 വയസ്സാകുമ്പോൾ മാങ്ങക്കൊക്കെ എറിഞ്ഞ് നടക്കായിരുന്നു ഒരു പണിയില്ലാതെ ജയ് ഹനുമാനൊക്കെ കണ്ടിട്ട്. ആ ഒരു നമുക്ക് അത്ര ഒരു മെച്യൂരിറ്റി മീൻസ് നമ്മുടെ ബ്രെയിൻ അത്ര ഡെവലപ്ഡ് അല്ലല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ എന്തോ ഒരു കുറച്ച് പവർഫുൾ പൊസിഷൻ ഏജ് ആ ഒരു ഏജിൽ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും വരുന്ന ഒരു സോ കോൾഡ് റെസ്പെക്ട് അതൊക്കെ വരുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളതൊന്നും പിന്നെ സാറെ കാണാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ടണൽ വിഷനിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഇതിൽ പെട്ടുപോവാണ്. പിന്നെ അവരുടെ അംബിഷനോ അവരുടെ ആഗ്രഹങ്ങൾക്കോ ഒന്നും പിന്നെ അവിടെ സ്ഥാനമില്ലാതാവണം. ഇതൊന്നും അറിയാതെ ഇങ്ങനെ റീലോളികളായിട്ട് നടക്കാന്നല്ലാതെ എന്താ പറയാൻ. കുറെ റീൽസിന് കുറെ ലൈക്കും ഷെയർ ഒക്കെ ഇടുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. പിന്നെ ഇതുപോലെ ഉം, ഒരുപാട് ഗ്രൂമിംഗ് ടാക്ടിക്സ് ഇവർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയ പിള്ളേരെ ഉം, ഇപ്പൊ 10-15 വയസ്സിലുള്ള 14 വയസ്സുള്ള പിള്ളേരൊക്കെ ആ സമയത്ത് തന്നെ ഗ്രൂം ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് ഉം. ഒന്നാമത് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവില്ല. ചെറിയ മക്കൾക്ക് പൈസ അതെ, ഉണ്ടാവില്ല, ഉറപ്പാണ്. പൈസ ഉണ്ടാവില്ല. ഉം, അപ്പൊ അവർക്ക് ക്യാഷ് കൊടുക്കുക, ഓക്കെ എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ ഉം, ക്യാഷ് കൊടുക്കുക. ഉം, അതുപോലെ ഗ്രൂമിംഗ് ടാക്ടിക് ആണ്. അപ്പൊ നമുക്ക് ഇല്ലാത്തൊരു സാധനം വേറൊരാൾ നമുക്ക് തരുമ്പോ ഉം, ചെറിയ ഉം, മക്കൾക്ക് അവരത് ആഗ്രഹിക്കും. കാരണം അവർക്ക് ഉം, അറിയില്ലല്ലോ ഞാൻ ഇയാളുടെ നിന്ന് ക്യാഷ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇയാൾ തിരിച്ച് എന്റെ അടുത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുള്ള ഉം. ആ ഒരു അതെ. വിവരിക്കാനുള്ള ടൈം ആ കുട്ടികൾക്ക് ആയിട്ടില്ല അല്ലെ. ഉം. പിന്നെ ഇതിൽ വേറൊന്നും കൂടി വരുന്നുണ്ട്. അഡോളസൻസിലൊക്കെ പാത്തുവിനെ പറ്റി ഞാൻ പാത്തുവിനെ പറ്റി അറിയാം. ഞാൻ ആ ഒരു ടീനേജ് ഒക്കെ ആവുമ്പോൾ നമ്മളൊരു റെബൽ മെന്റാലിറ്റി വീട്ടിൽ നിന്ന് പറയുന്നതൊന്നും കേൾക്കാതെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഉമ്മമാരോടെ ഒക്കെ ഒന്ന് തർക്കുത്തരം പറയാം. നമ്മൾ വീട്ടിൽ ഫ്രീഡം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഒരു ഫിഗർ വന്നിട്ട് നമുക്ക് സോ കോൾഡ് ഭയങ്കര പാമ്പറിങ്ങും ഒക്കെ തരിക, നമ്മുടെ സ്വാതന്ത്ര്യം പോലെ തോന്നിക്കുക, എല്ലാം കേറ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു വീട്ടിൽ നിന്നിട്ടുള്ള ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഇതിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തി നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ ഇയാളുടെ വലയിൽ പെട്ടുപോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടാവാം അല്ലെ. അതെ 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 അത് അതും ഒരു സംഭവമാണ്. അത് വേറെ പാരന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ റബലാവുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ വേറൊരു ഉം, ഗ്രൂമിംഗ് ടെക്നിക് ആണ്. നിന്റെ പാരന്റ്സ് നിന്നെ സ്നേഹിക്കുന്നില്ല, അവർ ഉം, പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്ലൂഷൻ ഫ്രണ്ട്സിന്റെ ഉം, അടുത്തും നിന്റെ അടുത്തും ഈ അബ്യൂസേഴ്സ് ഒക്കെ അതെ, ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഉം, അവരുടെ ഉം, എക്സ്ക്ലൂഡ് ചെയ്തെടുക്കുക. അതെ, അതെ, പാരന്റ്സിനെ കുറിച്ച് കൂടുതൽ കുറ്റം പറഞ്ഞു തന്നിട്ടും പാരന്റ്സിനെ അതുപോലെ ഫ്രണ്ട്സിനെ കുറിച്ച് അവർ ശരിയില്ല ഇവർ ശരിയില്ല നിന്നെ ആരും ഉം, മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് മാനിപ്പുലേഷൻ ടാക്ടിക് ഒക്കെ ഉം, എടുത്തിട്ട് ഉം, അവരങ്ങോട്ട് എക്സ്ക്ലൂഡ് ചെയ്തെടുക്കുക. ഉം, പിന്നെ അവരുടെ അതെ, ലോകം ഇയാളെ മാത്രമായി മാറും. അതെ, അതെ. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഉം. എല്ലാം ഇയാളെ ചുറ്റിപ്പറ്റി എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ഗ്രൂമിങ് തന്നെ ബേസിക്കലി അവർക്ക് ഇഷ്ടമുള്ള മാതിരി ആ ഒരു മോൾഡിലൂടെ ഉണ്ടാക്കി അവരുടെ ഫ്യൂച്ചർ വൈഫാക്കി അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക. ഈ മറ്റേ ഇത് പറയുമ്പോൾ നമ്മള് സമാധാന മതത്തിനെ ജസ്റ്റ് ഒരു ജൂറി പരാമർശം കൊടുക്കണല്ലോ. ഈ ഇതിലെന്ന് പറഞ്ഞാൽ 18 അതില്ലാതെ എന്ത് രസം. അപ്പം ഈ 18 നമ്മുടെ 18 വയസ്സാകുമ്പോഴത്തേക്കും കല്യാണം കഴിപ്പിക്കുന്ന ഒരു ഫാക്ടർ. പക്ഷെ പലരും 16 വയസ്സാകുമ്പം ഇങ്ങനെ നിക്കാഹ് പോലെ കഴിപ്പിച്ചിടും. അതെ സെയിം തന്നെയാണിത് അല്ലെ. 16 വയസ്സാവുമ്പോ SLC ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഉറപ്പിച്ചു വെക്കും. അപ്പൊ ചോദിക്കുമ്പോ പറയും ആ കല്യാണം കഴിപ്പിച്ചില്ലല്ലോ, ഉറപ്പിച്ചിട്ടല്ലോ. പക്ഷെ സെയിം ആണ്. കാരണം ഫാമിലീസിനൊക്കെ അറിയിക്കുന്നു, ആ ഒരു പ്രഷർ വരുന്നു. പിന്നെ ആ നിക്കാഹിൽ നിന്ന് പുറത്ത് മീൻസ് ലീഗലി മാരീഡ് അല്ലെങ്കിൽ കൂടി പിന്നെ അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാനുള്ള ഇത് ഇയാൾ എനിക്ക് പറ്റിയ ആളല്ല എന്ന് 18 ആവുമ്പത്തെ തോന്നുകയാണെങ്കിൽ കൂടി അപ്പോഴത്തേക്കും അത്രയും പ്രഷർ വരികയാണ്. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണ് അല്ലെ. അതെ 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 അത് മാത്രല്ല ഈ മറ്റേ 16 വയസ്സുള്ള ഗേൾസിനൊക്കെ എല്ലാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവർക്കും ഐഫോൺ ഒക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഈ കപ്പാസിറ്റി വരുന്നത്? കാരണം അവർ ഉം, എൻഗേജ്മെന്റ് ചെയ്യുമ്പോൾ ചെറിയ പെൺകുട്ടികളൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് പൈസ ഇല്ല, എന്റെ അടുത്ത് എനിക്ക് ഐഫോൺ വേണം. കാരണം ആ ഉം, സമയത്ത് നമ്മൾ ട്രെൻഡിന് പിറകെ പോകുന്ന ഒരു പ്രായമാണ്. എനിക്ക് ഐഫോൺ ഇല്ല. അപ്പൊ അതെ, ഐഫോൺ കിട്ടാൻ ഏറ്റവും എളുപ്പ വഴി എന്താ? ഒരു കല്യാണം കൊണ്ട് ഉം, കഴിക്കുക. അപ്പൊ ഒരു ഐഫോണിന് ഉം, വേണ്ടിയിട്ടാണ് ഇവര് ജീവിതം അങ്ങോട്ട് ത്യജിക്കുന്നത്. കാരണം ഉം. അവർക്ക് അത്ര ഉള്ളൂ. അതെ, അതെ, അതെ. തീരെ ഒരു എക്സ്പോഷർ ഇല്ലാതെ പിന്നെ വേറെ ഒന്നും കൂടി വരുന്നുണ്ട് ഈ ജെൻഡർ സെഗ്രിഗേഷൻ. നമ്മൾ സ്കൂളിലാണെങ്കിലും
നമ്മുടെ അൺമാസ്കിംഗ് ടീംസ് ഒക്കെ പറയുന്ന കാര്യം ഒട്ടും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ആ ഒരു മിംഗ്ലിംഗ് ഇല്ലാതെ പെട്ടെന്ന് ഒരു മെയിൽ ഫിഗർ വരുമ്പോഴത്തേക്കും വേറൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല അതിലേക്ക് അങ്ങോട്ട് വീണു പോവാണ് അല്ലെ. നമ്മൾ ഞാൻ പറയുന്നത് ഒരു ഹൈസ്കൂളിൽ നമ്മൾ ഡേറ്റ് എഴുതുക എന്ന് പോലും ഞാൻ പറയില്ല. യു മൈറ്റ് ഹാവ് റിലേഷൻഷിപ്സ് വിത്ത് നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് അട്രാക്ഷൻ ഒക്കെ തോന്നാം. പക്ഷെ അതിൽ നമ്മൾ ഈക്വൽ പൊസിഷനിലാണ്. നിങ്ങളുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇയർ സീനിയറോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് 10, 25, 28 വയസ്സായിട്ടുള്ള ഒരാളും ഒരു കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇറ്റ് ഇസ് ക്രീപ്പി അല്ലേ. അതെ, ക്രിമിനലാണ്. ക്രീപ്പി മാത്രല്ല, അതും വളരെ ക്രിമിനലാണ്. എന്നിട്ട് ഇവര് വന്നിട്ട് നന്നായിട്ട് കംപ്ലൈന്റ് ചെയ്യും. ആണുങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ ഇപ്പത്തെ ഗേൾസിന് ഐഫോൺ വേണം. നിങ്ങളെ എങ്ങനത്തെ ഗേൾസിന് നോക്കുന്നത്? നിങ്ങൾ പ്രായം കുറഞ്ഞ ചെറിയ മിഠായി വേണ്ടി വരും, ഡയറി വേണ്ടി വരും, അതുപോലെ പിന്നെ ഐഫോൺ ഒക്കെ വേണ്ടി വരും അല്ലേ. നിങ്ങളൊരു സെയിം ഏജ് ബ്രാക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താ പറയാ, എനിക്ക് റെസ്പെക്ട്ഫുൾ പാർട്ട്ണർ വേണം, ഈക്വലി അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ട്ണർ ആണ്. കാരണം അവരും ഫൈനാൻഷ്യലി, കാരണം 28 വയസ്സാകുമ്പോഴേക്ക് ഗേൾസ് ആണെങ്കിലും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും. അപ്പൊ അവര് നോക്കില്ല, ചെറിയ മക്കളെ തന്നെ വേണം. എന്നിട്ട് അവര് പറയും ഐഫോൺ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ, ലോൺ എടുത്തിട്ട് ഐഫോൺ നോക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു ആയിട്ടുള്ള പാർട്ട്ണർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ നേരിട്ട് ബന്ധമില്ലെങ്കിലും കൂടി ഇതിന്റെ കൂടെ തന്നെ ഞാൻ പലരും കേട്ടിട്ടുണ്ട് വളർന്നു വരുമ്പോഴൊക്കെ അവര് പറയാ, ഞാനൊരു നോക്കുന്നത് ഫൈനാൻഷ്യലി തീരെ ഒരു ഓർഫൻ ആണെങ്കിൽ അത്രയും നല്ലത്. മീൻസ് ഒരു പരഗതി ഇല്ലാത്ത എന്തിനാണ് അത് ചെയ്യുന്നത്? കൺട്രോൾ അല്ലെ. എന്റെ ക്ലാസ്സിലെ ഒരു ചെറുക്കൻ പറയുന്നു, ഞാൻ കോളേജ് പഠിക്കുമ്പോ എനിക്കൊരു എത്തീമായിട്ടുള്ള കുട്ടിനെ, എത്തീം പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഓർഫനായിട്ടുള്ള കുട്ടിനെ എത്തീം എന്ന് പറയാം. എത്തീമായിട്ടുള്ള ഒരു കുട്ടിനെ കല്യാണം കഴിക്കണം, എന്നിട്ട് അവർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞങ്ങളൊക്കെ തിരിച്ച് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് നിന്റെ സ്വർഗം കാണിച്ചു കൊടുക്കുന്നത്? കാരണം അവർക്കാണെന്നുണ്ടെങ്കിൽ അധികം ഡിമാൻഡ്സ് ഉണ്ടാവില്ല, അതായിരിക്കും. അപ്പൊ അധികം കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിമാൻഡ്സ് ഉണ്ടാവില്ലല്ലോ. ഒന്നും റിസോഴ്സ് ഒന്നും കിട്ടാതെ വളർന്നതായതുകൊണ്ട് അവർക്ക് ഡിമാൻഡ്സ് ഉണ്ടാവില്ല. പിന്നെ ഇവരെന്ത് ഉപദ്രവിച്ചാലും തിരിച്ച് വീട്ടിൽ പോകാൻ വീടുണ്ടാവില്ല. അപ്പൊ എത്തിമെന്ന് പറയുന്ന പല ആൾക്കാർക്കും, എത്തിൻകുട്ടിനെ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് പല ആൾക്കാർക്കും മനസ്സിൽ ഇതാണല്ലേ. ഇവര് പിന്നെ വേഗം വെച്ചാല് കുട്ടികളെ ഉണ്ടാക്കാനുള്ള മെഷീനും റെഡി, ജോലിക്കൊന്നും പോകണ്ട, ആർക്കും ചോദിക്കാനും പറയാൻ ആരില്ല. എത്തിയുമ്പോൾ എന്തും ചെയ്യാലോ. ഇനിയിപ്പോ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്താൽ പോലും പാരന്റ്സ് ഇല്ലെങ്കിൽ അവർക്ക് ചോദിക്കാൻ പറയാൻ ആരില്ല. ബേസിക്കലി ഇതൊക്കെ ഒരു ഡിഫറെന്റ് വേസ് ഓഫ് കൺട്രോളിങ്. പിന്നെ നിങ്ങളുടെ വരുതിയിൽ നിർത്തുക. മെയിൽ ഡോമിനൻസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ ഭയാനകമായ വെർഷനാണ് ഈ പൂക്കി റീൽസ് കാണുന്നത്. ശരിക്കും ഈ കമന്റ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കമന്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്, ഞങ്ങൾ കല്യാണം കഴിച്ചില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഇതെന്റെ ഭാര്യയല്ലേ എന്നൊക്കെ. ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഡ് കൺസെന്റ് ആണോ? കണ്ടിന്യൂഡ് കൺസെന്റ് ഫോം ആണോ ഈ കല്യാണം? മാനിപ്പുലേറ്റഡ് കൺസെന്റ്, അതൊന്നും അവർക്ക് മനസ്സിലാവുന്ന തന്നെയില്ല. കല്യാണത്തിന് കുട്ടി സമ്മതിച്ചത് കുട്ടീനെ ചെറിയ പ്രായം മുതലേ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്തതുകൊണ്ടാണല്ലോ. സോ ആ ഒരു കല്യാണത്തിനുള്ള കൺസെന്റ് തന്നെ ഈസ് ക്വസ്റ്റ്യനബിൾ അല്ലെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതും ഞാൻ ആൻഡ്രിയ ഡോർക്കിന്റെ റൈറ്റ് വിങ് വുമൺ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. മിൽ ഗേൾസ് ആർ ഗ്രേപ്പ് എവറി സിംഗിൾ ഡേ അണ്ടർ മാരേജ്. അപ്പം അതിന്റെ അവസ്ഥ എന്താ? കാരണം നമ്മുടെ നാട്ടിൽ മാരേജിൽ അവര് വിചാരിക്കുന്നത് എന്റെ വൈഫ് എനിക്ക് എന്ത് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നാണ്. അങ്ങനല്ല, എന്റെ വൈഫ് നോ പറഞ്ഞാൽ നോ ആണ്. പക്ഷെ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി അവർക്കില്ല. പിന്നെ പോരാത്തതിന് ഈ വൈഫിനെ ചെറുപ്പം തൊട്ട് ആൾക്കാരെന്താ പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ ഭർത്താവ് എന്ത് വെച്ചാലും നീ സമ്മതിക്കണം, നിന്റെ ഭർത്താവ് എന്ത് മൂടില്ലെന്നുണ്ടെങ്കിലും, നിനക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിലും, നിനക്ക് ആഗ്രഹമില്ലെന്നുണ്ടെങ്കിലും നിന്റെ ഭർത്താവാണോ നീ സമ്മതിച്ചിരിക്കണം. അങ്ങനെ അല്ലേ? അവിടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ല, നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളില്ല. നമ്മുടെ ഈ കുക്കറി ഷോ വിത്ത് ഇന്റർവ്യൂ ആ ചേച്ചി ഉണ്ടല്ലോ, ആനീസ് കിച്ചണിൽ അവര് പറയുന്നത്, ഈ കല്യാണത്തിന് മുന്നേ നിങ്ങൾ കുക്കിംഗ് പഠിക്കരുത് കുട്ടികളെ. കാരണം നിങ്ങളൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം അല്ലെ. ഇതിനെ കുറിച്ച് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ പഠിക്കുന്നേ നോക്കത്തില്ല. കാരണം ഭർത്താവിന്റെ വീട്ടിൽ ചെന്നേച്ചും വെച്ച് അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കണ്ടേ. അതെ തന്നെ ഞാൻ ഈ ആക്സന്റ് ട്രൈ ചെയ്യുന്നില്ല കേട്ടോ, അത് ചീറ്റിപ്പോവും. പിന്നെ ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞപ്പോഴാ വേറൊരു ഒരു അവതാരം ഉണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്?
ഒരു സിനിമാ നടി മെൻസ് കമ്മീഷന് വേണ്ടി പറയുന്ന ഒരു സിനിമാ നടിയില്ലേ പണ്ട് സിനിമാലെന്നൊക്കെ ഉള്ള സംഭവത്തിൽ ഉണ്ടായിരുന്നേ. ആ വലിയ പൊട്ടുകുത്തി വരുന്ന അതൊക്കെ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അവരൊക്കെ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ അവര് ഇതിന്റെ പിന്നാലേക്ക് പോകുന്നത്. പുതിയ വീഡിയോ ഉണ്ടായിരുന്നു, റീൽ ഉണ്ടായിരുന്നു. നമ്മള് ഉം. ബസ്സിലൊക്കെ പോകുമ്പോ ആണുങ്ങളാണേലും അങ്ങോട്ട് തൊട്ടിയും പിടിച്ചെന്നൊക്കെ വരും. ഉം. അതൊക്കെ നമ്മൾ അങ്ങോട്ട് മൈൻഡ് ആക്കണ്ട, കാരണം ബ്രേക്ക് ഇടുന്നോണ്ടാണ്. അതെ, ആഹാ. ബ്രേക്ക് ഇടുന്നോണ്ട് മാത്രാണല്ലോ ഇവിടെ ആണുങ്ങൾ ഇത്രയും ഈ ബ്രേക്ക് ഇടുമ്പോ ഈ പെണ്ണുങ്ങളെല്ലാരും കൂടി ആണുങ്ങളെ മേലെ പോയി വീഴണില്ലല്ലോ, അതാ ഞാൻ ആലോചിക്കുന്നത്. അതൊരു പ്രത്യേകതരം ബ്രേക്കാണ്. പിന്നെ ഗേൾസിന് അധികം ഡ്രൈവിംഗ് ഒന്നും അറിയാത്തോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ മനസ്സിലാകാത്തതേ. കാരണം പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് കുറച്ച് പുറകിലല്ലേ. ആ അപ്പൊ ഈ തൊട്ടും പിടിക്കുകയും പറഞ്ഞപ്പോഴാണ് നമ്മുടെ വേറൊരു സംഭവം ഈ അടുത്ത് നടന്നിരുന്നല്ലോ പാത്തു, ഭയങ്കര വൈറലായ നമ്മുടെ ജോർദാനിൽ ഒറ്റയ്ക്ക് പോയ അവര്. അതെ, ജന്ന ഷസ്മിൻ ജന്ന എന്നാണ് ഷസ്മിൻ. പേര്. അതെ. എന്താ പാത്തുവിന് അതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ആ കുട്ടി കരയുന്നൊക്കെ ഉണ്ട്. ആ കുട്ടി ജോർദാനിൽ ചെന്നിട്ട് അവർക്ക് ഒരു പീഡനം നേരിട്ടു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിൽ ക്ലിയർ ആയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അവര് പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് എന്താണ് സത്യാവസ്ഥ എന്ന് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്, അല്ലേ? കാരണം എന്താണ് സത്യാവസ്ഥ, എന്താണ് ഇവിടെ നടന്നതെന്നുള്ളത്. കാരണം ഗേൾസ് ഒറ്റയ്ക്ക് ട്രെക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ജോർഡൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലമല്ലേ, പോകാൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർഡൻ. എപ്പോഴും നമുക്ക് അഡ്വൈസ് ഒക്കെ വരുന്ന രാജ്യങ്ങളാണ്. കാരണം ഒരുപാട് സ്കാംസ് മുമ്പ് ജോർദാനിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. കാരണം ഇതുപോലെ ഓരോ ഹട്ടിലോട്ട് ആൾക്കാരെ വിളിക്കുക, ചായ കൊടുക്കാനുള്ള ഹട്ടിലോട്ട് വിളിക്കുക, എന്നിട്ട് അവര് ചായയിൽ കുറച്ച് മയക്കുമരുന്ന് കലർത്തിയിട്ട് ആൾക്കാരെ ബോധം കെടുത്തിട്ട് അവര് സാധനങ്ങൾ അടിച്ചോണ്ട് പോവുക. പിന്നെ എക്സ്റ്റോർഷൻ, അവരുടെ ഫാമിലിനെ വിളിച്ച് ഇത്ര പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടുതരില്ല. ഒരുപാട് അഡ്വൈസ് വാർണിംഗ്സ് ഒക്കെ ജോർദാനിൽ വരാറുണ്ട്. എനിക്ക് തോന്നിയത് ഈ ഒരു ഇഷ്യൂല് നീ പറഞ്ഞ പോലെ നമുക്ക് ആ വീഡിയോ ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ അവർ പറഞ്ഞത് മുഖവിലേക്ക് എടുക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക. പക്ഷെ എനിക്ക് തോന്നിയത് അവര് പുറത്തു വന്ന് അവർക്ക് നേരിട്ട അനുഭവം പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം അവരെടുത്തു. കാരണം അറ്റ്ലീസ്റ്റ് ഇനി ഈ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, പോവരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, സോളോ ആയിട്ട് പോവാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. കാരണം അവരോട് ആ വീഡിയോ കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു കാണാൻ. പിന്നെ അവരെന്തുകൊണ്ട് അവര് ട്രാപ്ഡ് ആയിരുന്നു. അവരിങ്ങനെ കാണിക്കുന്നുണ്ട് ചുറ്റും വെറും മലനിരകള് ഒക്കെ ഉള്ളൂ, ആരും ഇല്ല എന്ന് തോന്നുന്നു അല്ലെ, വളരെ വിജനമായ ഒരു പ്രദേശം. അവിടെ അവര് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അതിലും കൂടുതൽ ചിലപ്പം എന്തെങ്കിലും ആക്രമണം അതിന്റെ ചാൻസ് അല്ലെ. അപ്പം അവരത് കടിച്ചു പിടിച്ച് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നതായിട്ടാണ് തോന്നിയത്. പക്ഷെ അവര് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഷെയിം ചെയ്യുന്നുണ്ടായിരുന്നു, റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത്. കാരണം ഇവരിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ അണ്ടറില്ല, റീച്ചിന് വേണ്ടിയിട്ടാണ്, നിന്നെ അവരൊന്നും ചെയ്തിട്ടില്ല, ഇവർക്ക് അറിയില്ല അറിയില്ല, നിന്നെ അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരുപാട് കമന്റ്സ് ആയിരുന്നു. ഞാനത് നോട്ടീസ് ചെയ്തു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ കുറെ കുട്ടിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കേസായപ്പം അതിന്റെ അടിയിൽ ആൾക്കാർ ഫസ്റ്റ് ഇത് തെളിയുന്നതിന് മുമ്പ് ആൾക്കാർ ഫസ്റ്റ് കമന്റ് ചെയ്തത് നമുക്ക് അറിയാൻ പാടില്ല ഇത് നടന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ശരിക്കും നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ ഇയാളെ കുറ്റം പറയാൻ പാടുള്ളൂ. കാരണം ചിലപ്പോൾ പീഡന കേസാണെന്നുണ്ടെങ്കിലോ ആ സമയത്ത് എന്തായി, കേസ് അന്വേഷിക്കണം, യഥാർത്ഥ സത്യം കണ്ടുപിടിക്കണം എന്നൊക്കെ ആയി. പക്ഷെ ഈ ജോർദാനിലുള്ള ജന്നയുടെ കാര്യം വന്നപ്പോഴെന്തായി, ഇവര് അങ്ങോട്ട് ഉറപ്പിച്ചു ഇവർക്ക് കേസ് അന്വേഷണം ആ സമയത്തൊന്നും വേണ്ട, ഇത് ഇവള് കള്ളം പറയാണ് എന്ന് ഉറപ്പിച്ചു. രണ്ട് സിറ്റുവേഷനിലും നമ്മള് കാണേണ്ടത് എന്താണ് സത്യം എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണല്ലോ, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതില് ഒരു ഇരട്ടത്താപ്പ് എപ്പോഴും സ്ത്രീകളുടെ കേസിൽ അതില് വരുന്നുണ്ടല്ലോ. കാരണം ഇപ്പം ഇയാളുടെ കേസ് ഇപ്പൊ ലേറ്റസ്റ്റ് എന്തായി, ഈ മോട്ടിവേഷൻ സ്പീക്കറിന്റെ? ഞാൻ ഫോളോ ചെയ്തില്ല. അറസ്റ്റഡ് ആയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അയാൾ അറസ്റ്റഡ് ആയി. അയാളുടെ വൈഫൊക്കെ അയാൾക്ക് വേണ്ടി നിന്ന്, പക്ഷെ അയാൾ വൈഫും ഡിവോഴ്സ്ഡ് ആയി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അയാളുടെ വൈഫ് ഇതിന് വേണ്ടിയിട്ടാണ് വന്നത്. കാരണം രണ്ടുപേരും ലൈക്ക് ടി വി ഫിഗേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും ടിവിയിലും വന്നിരുന്നു, അങ്ങനെയൊക്കെ അങ്ങനെ വരാറുള്ള ആൾക്കാരാണ്. അപ്പൊ രണ്ടുപേരും ആൾക്കാർക്ക് അറിയാം, ഫോളോ ചെയ്യുന്ന ഫാമിലി ഓഡിയൻസിനൊക്കെ. പിന്നെ ഇയാള് ഭയങ്കര മുഹമ്മദ് നബി ഖുറാൻ ഫാനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അല്ല, മൂപ്പര റോൾ മോഡലിനെ അങ്ങോട്ട് അക്ഷരാർത്ഥത്തിൽ ഫോളോ ചെയ്തതാവാം അല്ലേ, അങ്ങനെ നമുക്ക് പറയാം. കറക്റ്റ് റോൾ മോഡൽ ചൂസ് ചെയ്തായിരിക്കും. അങ്ങനെ വരുമല്ലോ. 1 ബില്യൺ അല്ലേ? അതിപ്പോ ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുന്ന മതല്ലേ പത്തു. അപ്പം ഇന്നൊരു ഇപ്പൊ നമ്മള് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു 10,000 കൂടി ഉണ്ടാവും. 10,000 രൂപ
അതെ അതെ. ഉം. ആൾക്കാരുടെ എണ്ണം കൂട്ടിയപ്പം ഇയാള് വിചാരിച്ചിട്ടുണ്ടോ എത്രയോ ആളുകൾ ഡിഫെൻഡ് ചെയ്യുന്ന ജീവൻ കൊടുത്ത് പണയം ഉം. വെച്ചിട്ട് ഉം. കത്തിയും എടുത്ത് വരുന്ന ഒരു മതം ഏതാണ്? ഈ ഈ ചെറിയ മക്കളെ പ്രാപിക്കാൻ പറ്റിയൊരു മതം ഏതാണെന്ന് ഇയാൾ വിചാരിക്കുമ്പോ പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടോ ആ നമുക്കുണ്ടൊരു ഉം. സമാധാനം, അതൊരു ആ സമാധാന പീസ് ഉണ്ടല്ലോ. അതെ. അയാൾ ഉം. പിടിച്ച ലൈഫ് സെറ്റ് ചെയ്തു. പക്ഷെ എന്താണ് ഇപ്പോ ജയിലിൽ കിടന്ന് ഉം. എള്ളുണ്ട്. ഉണ്ടായിരിക്കാം. അത് അതിപ്പോ പീസ്മുത്തു എന്നാണെങ്കിലും ജയിലിൽ കിടക്കുന്നുണ്ടോ? അതെ. ഇതാണ് ഇയാളുടെ അവസ്ഥ. പക്ഷെ ഇയാളെ കുറിച്ച് പറയുമ്പോ ഇയാള് കൗൺസിലർ എന്ന് പറയണത് ഉം. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിനെയാണ് ഇയാൾ പീഡിപ്പിച്ചിട്ടുള്ളത്. ഇയാൾ കൗൺസിലർ എന്ന് ഉം. പറയുന്നത് എന്ത് ഉം. അടിസ്ഥാനത്തിലാണ് ഇയാൾ കൗൺസിലർ? ഇയാൾക്ക് ഉം. ഡിഗ്രി, ഇയാൾക്ക് ഒരു സൈക്കോളജി ഡിഗ്രി ഉണ്ടോ? ഇയാളൊരു ഉം. പോലീസ് ഓഫീസർ. ഈ ഉം. കൗൺസിലർമാർ പറയുന്ന പല ആൾക്കാരും വെറും ഒരു 6 മാസത്തെയും 2 മാസത്തെയും കോഴ്സ് ഒക്കെ എടുത്ത് വരികയാണ് ഞങ്ങൾ കൗൺസിലറാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് Right. അവര് ആൾക്കാർ അങ്ങോട്ട് പോവാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞേക്കുമ്പോൾ ഇവർക്ക് റൈറ്റ്ഫുള്ളി ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉം. പാരന്റ്സിനില്ലേ? ഫേക്ക് ആയിട്ടുള്ള കൗൺസിലർമാര് ഉം. ഇന്ത്യയിൽ ഉടനീളം ഉണ്ട് എന്നുള്ളത് ഗവൺമെന്റ് ഉം. നോട്ടീസ് ചെയ്ത് കുറച്ച് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം. കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ഉം. നിങ്ങൾ ഈ പറയുന്നത് അല്ലെ? ഉം. പലരും ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഭയങ്കര മോട്ടിവേഷനും കൗൺസിലിങ്ങും അവർക്ക് ശരിക്കും അതിന്റെ ക്രെഡൻഷ്യൽസ് ഉണ്ടോ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു ആശുപത്രിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കൗൺസിലിംഗ് വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ കുട്ടീനെ ഒരു കൗൺസിലർ അതും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെയും വരുന്നുണ്ട്. അതായത് ഇറ്റ്സ് നോട്ട് ഈക്വൽ പൊസിഷൻ അല്ലെ. ഇപ്പൊ കൗൺസിലർ എന്ന് പറയുമ്പോൾ ഒരു ഹയർ പൊസിഷനിൽ കുട്ടി ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങോട്ട് വിശ്വസിച്ച് പല കാര്യങ്ങളിലും വശപ്പെട്ടിട്ടുണ്ടാവാം. അതൊക്കെ സംശയിക്കാലോ. അതെ അതെ. ചിലപ്പോ ഗ്രൂമിങ് നടന്നിട്ടുണ്ടാവും. അത് എന്തായാലും നടന്നു പറയുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടാവും. ഇവര് വെറുതെ കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു വ്യാജ സർജൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കത്തി എടുത്തിറങ്ങും. ആ വ്യാജ സർജൻ അതിനെ പാടില്ല. ഈക്വലി ഡേഞ്ചറസ് ആണ്. കാരണം നിങ്ങൾ ഒരാളുടെ മനസ്സ് കംപ്ലീറ്റ് ഡീവിയേറ്റ് ചെയ്ത് അയാള് സൂയിസൈഡിലും അതുപോലെ ഇപ്പൊ ഇയാള് നടന്ന പോലെ ഇൻജെക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഉള്ള ആളാണ്. അയാള് കൗൺസിലർ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അയാൾക്ക് ഒരു ഹയർ പവർ ഉണ്ട് അല്ലെ? അതെ അതെ. നമ്മുടെ നാട്ടിലുള്ള ഒരു കൗൺസിലേഴ്സിന്റെയും സൈക്കോളജിസ്റ്റുകളുടെയും ഒരു ചിന്തഗതി ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ കൗൺസിലിങ്ങിന് പോയ ആൾക്കാരൊക്കെ ഇവർ പറയുന്നത് വെച്ചാൽ കുറെ ആൾക്കാർ ഞാൻ എല്ലാവരും എന്നാലും പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ഒരു പ്രശ്നം വന്ന് വരുമ്പോൾ നിങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല സൈക്കോളജിസ്റ്റ്. ശരിക്കും നമ്മൾ ഇന്നത്തെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് സൈക്കോളജിസ്റ്റ്. അല്ലാണ്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് അങ്ങനെ സൊല്യൂഷൻ ഇത് എടുക്കുക അത് എടുക്കുക എന്ന് പറയാനുള്ള ആളല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ടന്റിന്റെ അടുത്ത് പോയാൽ മതി. ഇവര് സൊല്യൂഷൻസ് കൊടുക്കുക ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്റെ ഉപദേശം കേൾക്കാറുണ്ട്, ഞാൻ എല്ലാവർക്കും നല്ല സൊല്യൂഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനൊരു കൗൺസിലർ ആവാന്നുള്ള ഇതിൽ നാളെ തൊട്ട് കൗൺസിലിംഗ് സെന്റർ തുടങ്ങാണ് ഇവര്. നാട്ടിലെ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് പുറത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ സ്വയം തെറാപ്പി അവേഴ്സ് വേണം. എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു തെറാപ്പിസ്റ്റ് അണ്ടറിൽ പോയിട്ട് ഇത്രയും മണിക്കൂർ തെറാപ്പി ചെയ്തു എന്നുള്ളൊരു അഫിഡവിറ്റ് വേണം. എന്നാലും നമുക്കൊരു തെറാപ്പിസ്റ്റ് ആവുള്ളൂ. കാരണം നമ്മൾ ജസ്റ്റ് ഡിഗ്രി എടുത്ത് അങ്ങോട്ട് ചെന്നാൽ പോരാ. വേറെ ഒരുപാട് എക്സ്ട്രാ ലൈസൻസിങ് കാര്യങ്ങളും വേണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ലൈസൻസിങ് വളരെ വളരെ വീക്കാണ്. അതാണ് വളരെ ഇൻകംബിന്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ചുറ്റുമുള്ളത്. അതെ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ അടുത്ത് പാത്തു തന്നെയായിരുന്നു തോന്നുന്നു റീൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹോമോഫോബിക് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അല്ലെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ മതം വിടുന്ന സമയത്ത് കുട്ടികളുടെ പ്രത്യേകിച്ചും അവർക്ക് റിലീജിയനിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് പേരൻസിന് തോന്നുകയാണെങ്കിൽ, സമാധാന മതത്തിന്റെ കാര്യമാണ് പിന്നെയും, അവര് വേഗം ഇതുപോലുള്ള ഒരു ഇസ്ലാമിക് സൈക്കോളജി സെന്റേഴ്സ് ഉണ്ടാവും, അവിടെ കൊണ്ടുപോകും. അവിടെ അവര് വന്നിട്ട് പറയുക എന്താണ്, നരകഭയം ഇൻജെക്ട് ചെയ്യുക, ഇതുപോലുള്ള ഒരു ടോർച്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും മതത്തിന്റെ പാതയിലേക്ക്. അവർക്കൊക്കെ എന്ത് ക്രെഡൻഷ്യൽസ് ആണുള്ളത് അല്ലെ? അതെ. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ആനമയിൽ ഒട്ടകം ടീമിലുള്ള ഒരാള്. ഞാൻ പേര് പറയുന്നില്ല, തുപ്പി കാണിക്കാം എന്റെ ചാനലിന്റെ പിന്നാലെ വന്നാലും. അല്ല, അയാള് പല്ല് ഡോക്ടർ ആണെന്നല്ല ഞാൻ കേട്ടെ. അത് പല്ല് നോക്കുമ്പോഴേ ചിലപ്പം വിചാരിക്കുന്നുണ്ടോ ഏത് മതമാണ് നോക്കണമെങ്കിൽ മതമാണല്ലോ. ഓ, പിന്നെ മതത്തിന് പറ്റുണ്ടാവില്ല. ആക്ച്വലി മൂപ്പര് ചെയ്യുന്നതും ശരിക്കും മതപരമായിട്ട് തെറ്റല്ലേ. പല്ല് കേടാവുന്നത് പഠിച്ചവൻ വിധിച്ചോണ്ടല്ലേ, അതിന് നന്നാക്കാൻ പാടുണ്ടോ? പോയിന്റ് പറഞ്ഞത് പോയിന്റ്. അടിമോനെ പൂക്കുറ്റി നിനക്ക് എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. അതെ അതെ. അല്ലെ പല്ലുണ്ട് ഇത് ശരിയാക്കാൻ പാടില്ല ഉണ്ടല്ലോ, അതറിയില്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടല്ലേ.
ഉന്തി പല്ലും വെച്ച് നടക്കണം എന്നാണ് മുത്തുനബി പറഞ്ഞത്. ഭാഗ്യത്തിന് പല്ല് ദാനം കൊടുക്കാൻ പറ്റില്ല. വേറെ പലതും ദാനം കൊടുക്കാം. ദാനം വാങ്ങിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് നമ്മന്റെ മുത്ത്. അയ്യോ ഇപ്പൊ ഇതിന് പറഞ്ഞപ്പോഴാ മറ്റേ കേസ്, മറ്റേ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ, സ്ത്രീ ഒറ്റയ്ക്ക് ജോർദാനിൽ പോയി. അപ്പൊ തന്നെ മറ്റേ ടീംസ് വന്നിരുന്നു കേട്ടോ. എന്തിനാണ് അവൾ ഒറ്റയ്ക്ക് പോണത്? അവൾ ഒറ്റയ്ക്ക് പോകാൻ പാടുണ്ടോ? എവിടെ അവളെ മഹറം? അതിന്റെ ഇടയിൽ കൂടെ ബിസിനസ്. അല്ല, എന്ത് ടോപ്പിക് ഉണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ മതം തിരികെട്ടില്ലെങ്കിൽ സമാധാനം ഇല്ല. ഇതോടുകൂടി ഫീമെയിൽ സോളോ ട്രാവലേഴ്സിനെ മോശമാക്കി ചിത്രീകരിക്കാൻ കണ്ടില്ലേ? അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ടെന്ന്, അതും മറ്റും വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കതിന് പറയാനുള്ളത്, നിങ്ങളുടെ എവിടെ പോവാണെങ്കിലും ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഏത് വലിയ സിറ്റി ആണെങ്കിലും അവിടെ പോക്കറ്റ്സ് ഉണ്ടാവും സേഫ് ആയതും അല്ലാത്തതും. ഇപ്പൊ നമ്മൾ ന്യൂയോർക്ക് സിറ്റി ഒക്കെ ഇപ്പൊ പറയുന്നത്, പക്ഷെ അതിന്റെ ചില അവന്യൂസ് ഒന്നും ഒട്ടും സേഫ് അല്ല. അവിടെ പലതരത്തിലുള്ള ഡ്രഗ് ട്രാഫിക്കിങ്ങും ഗാങ്സും വയലൻസ് ഒക്കെ ഉള്ള പോക്കറ്റ്സ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ ആ സോളോ ട്രാവലർ ആണെന്ന് പറഞ്ഞ കൈയും വീശി പോയാല് അതിപ്പോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഡേഞ്ചേഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അതിനുള്ള മുൻകരുതലുകൾ എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ട് പോവാ. അതല്ലാതെ സ്ത്രീകളിന് എവിടെയും പോകാൻ പാടില്ല, കണ്ടില്ലേ ആ പെണ്ണിന് അങ്ങനെ പറ്റിയത് കണ്ടില്ലേ, അതൊരു ബാഡ് എക്സാമ്പിൾ ആയിട്ട് വെച്ചിട്ട് അല്ലെ? ഇത് സോളോ ട്രാവലിംഗ് ചെയ്യുന്ന ഗേൾസിനോടാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ നിങ്ങൾ ഏത് നാട്ടിലാണ് പോകുന്നത്, ആ നാടിനെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്യാം. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞതിനേക്കാളും നല്ലത് ഏറ്റവും നന്നായിട്ട് തെറലി റിസർച്ച് ചെയ്യണം. കാരണം പ്രത്യേകിച്ച് ഈ വൈറ്റ് വുമൺ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ മീഡിയ നമ്മളോട് കളവ് പറയണം. ഇന്ത്യന്റെ ചില ഭാഗങ്ങളൊക്കെ അൺസേഫ് ആണെന്ന് പറഞ്ഞില്ല, വളരെ സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞ് ക്യാമറ പിടിച്ച് നമ്മുടെ നാട്ടുകാരെ ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്, ഈ സ്ഥലം സേഫ് ആണ്, ഇവിടുത്തെ ആൾക്കാർ കൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇതിന്റെ പണി. അതെ, കാരണം നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ നന്നായിട്ട് റെഫർ ചെയ്യണം, ഇവിടെ എന്തെങ്കിലും നടന്നുണ്ടോ ഇല്ല. അല്ലാണ്ട് വെറുതെ കൈ പിടിച്ച് പോയിട്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നന്നായിട്ട് റിസർച്ച് ചെയ്യാം അല്ലെ, എന്ത് ചെയ്യണം. അതെ അതെ. പിന്നെ ഇതില് ഡിസ്കസ് ചെയ്യാതെ പോയത് മൊത്തത്തില് ഈ ഒരു അതില് ചെയ്ത ആളുടെ അക്കൗണ്ടബിലിറ്റി കംപ്ലീറ്റ്ലി അബ്സോൾവ് ആയി. അയാളെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല അല്ലെ? അയാള് ചില വാക്കുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്താ നിന്റെ പേരെന്ന് ഈ കുട്ടി ചോദിക്കുമ്പോ അവൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ച, എന്റെ പേര് വൈഫൈ ആണ് ടു കണക്ട് എന്ന്, ഒരു ഡബിൾ മീനിങ്ങില്. അപ്പൊ തന്നെ അവനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? അപ്പൊ അവനെ പറ്റിയൊന്നും ആർക്കും ഒന്നും പറയാനില്ല. എല്ലാം ഈ കുട്ടിയുടെ തെറ്റായി, ഈ കുട്ടി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോയതിന്റെ തെറ്റായി, കുട്ടിയുടെ വസ്ത്രത്തിന്റെ തെറ്റായി അല്ലെ? അങ്ങോട്ട് ഈ കുട്ടീന്റെ മേലെ ഫുൾ ബ്ലെയിം അങ്ങോട്ട് ചാർത്തി കൊടുക്കുക. ഇനിയിപ്പോ ഏതെങ്കിലും പെൺകുട്ടി എവിടെയെങ്കിലും പോവാണെങ്കിൽ കണ്ടില്ലേ അവർക്ക് പറ്റിയത്. അങ്ങനെ അവള് യൂട്യൂബിൽ എഡിറ്റ് ചെയ്ത രീതി ശരിയായിട്ടില്ല, ക്യാച്ച് തമ്മിൽ അങ്ങനെ. ഓക്കെ, നിങ്ങൾക്ക് ആ ക്രിറ്റിസിസം ഒക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവൾ എന്താ പറഞ്ഞത് മുഖവിലേക്ക് എടുക്കണല്ലോ. കാരണം നിങ്ങൾക്കറിയില്ല പറഞ്ഞത് എന്താണ് കറക്റ്റാണ് സത്യമാണെന്ന് അറിയുന്നതിന്റെ മുമ്പ് അവള് കള്ള അങ്ങനെ പറയാനുള്ള അവകാശമുള്ളത് അല്ലേ? എന്നിട്ട് ഒരു പറയുമ്പോ സ്ത്രീകളെ കാര്യത്തിലാവുമ്പോ എല്ലാവരും കൂടെ വരുന്നു, ഫെമിനിസ്റ്റുകളൊക്കെ കൂടെ വരുന്നു, പുരുഷന്മാരുടെ കാര്യത്തിൽ യാതൊരു ഇത് ശ്രദ്ധയില്ല. എന്നിട്ട് ഇപ്പൊ ഒരു സഫ്നാൻ അങ്ങനെ എന്തോ പറഞ്ഞ സ്ത്രീ ഒരു എന്തോ വികലാംഗനായിട്ടുള്ള ഒരാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞു, ലൈംഗിക ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഗേളിന്റെ അടിയിൽ കമന്റ്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കണ്ടപ്പോ ക്രഷ് അടിച്ചത്, അടിപൊളി പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറുക്കിന് പകരം നമ്മളായിരുന്നെങ്കിലോ, എന്തിനാ നോ പറയുന്നതൊക്കെ പറഞ്ഞു. ഇവൾക്ക് ഒരുപാട് ഫാൻ ബോയ്സ് ആണ്. അപ്പൊ അതെ, എന്നിട്ട് ഇവരെ പറഞ്ഞത് മെൻസ് കമ്മീഷൻ വേണം, മെൻസ് കമ്മീഷൻ വേണമെന്ന്. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മൾ കൂടെ നിൽക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ തിരിച്ചിട്ട് ഇത് അടിപൊളി, ഇവർക്ക് മെൻസ് കമ്മീഷൻ വേണമെന്ന് പറയും. എന്നാൽ നമ്മൾ ഓക്കെ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ചെല്ലുമ്പോ അപ്പോഴത്തേക്കും അവിടെ കമന്റ്സിൽ ഇതാണ് പറയുന്നത്, അവന്റെ യോഗം. അതെ, അതുപോലെ തന്നെ അതിന്റെ കൂടെ ഞാൻ ഈ അടുത്ത് കണ്ടിരുന്ന ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരാളുടെ, അത് കണ്ടിരുന്നോ? ഞാൻ ക്ലിപ്സ് കണ്ടിരുന്നു, ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടില്ല. ഇന്റർവ്യൂ ഞാനും കണ്ടില്ല. ഞാൻ അതിന്റെ താഴെയുള്ള കമന്റ്സ് പറയായിരുന്നു. മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗൽ ആക്കണോ വേണ്ട അത് വേറെ ഡിബേറ്റ്. പക്ഷെ അതിന്റെ താഴെ വന്നിട്ട് ഇവനാടാ ഭാഗ്യം ചെയ്തവൻ, ഇവനുമാരി ആയാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ എവിടുന്ന് വരുന്നാവോ ശരിക്കും? ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടിയിൽ കമന്റ് ചെയ്യുന്നത് നീ മോശം സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തെറി കമന്റ് ചെയ്യും. ഇവന്റെ കമന്റിൽ വന്നിട്ട് നീ ഭാഗ്യവാൻ. അപ്പോഴും രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ്. തീർച്ചയായിട്ടും അത് വേറെ ഡിബേറ്റ് ആണ്, ലൈക് പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാക്കണോ എന്നുള്ളത്. അത് വേറെ വിഷയം. അറ്റ് ദ സെയിം ടൈം അയാളെ മുഖം മറിച്ചിട്ടാ വന്നിരിക്കുന്നത്, ആൾക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട. പക്ഷെ ഇയാളുടെ ടാറ്റു ഒക്കെ കണ്ടുപിടിച്ച് ഇയാൾ ആരാണെന്നൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്.
അതെ അതെ FBI ലെവൽ. അയാൾക്ക് റിവീൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടുപിടിക്കണേ അല്ലേ? അതുകൊണ്ട് ഞാൻ എന്റെ ടാറ്റു ഒന്നും റിവീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോ എങ്ങാനും ഇവരെ എന്നെ കണ്ടുപിടിച്ചാലോ? ഒരിക്കലും റിവീൽ ഒരിക്കലും റിവീൽ ചെയ്യും. 1 million ആയാലോ? അപ്പൊ 1 million ആയാലും ടാറ്റു റിവീൽ ചെയ്തിരിക്കും. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ഫിലിപ്പ് മമ്പാടിന്റെ കൂടെ വേറൊരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ അങ്ങോട്ട് അറസ്റ്റഡ് ആയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കേസിന്. അയാളും കൗൺസിലറാണ്. അയാളും ഇനി ഖുറാൻ ഫാൻ ആയിരുന്നോ ആവോ? അത് നോക്കേണ്ടി വരും, പരിശോധിക്കണം. അപ്പൊ സോളോ ട്രാവലേഴ്സ് സ്ത്രീകൾ പ്രത്യേകിച്ചും പറയുമ്പോൾ അതിൽ സക്സസ്ഫുൾ ആയിട്ട് സോളോ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ട് അല്ലെ? പാത്തുവിന് അറിയില്ല അവരെ? അതെ അതെ അതെ, എനിക്ക് നന്നായിട്ട് അറിയുന്ന, എനിക്ക് പേഴ്സണലി അറിയുന്നല്ല, വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അറിയുന്ന ഒരാളാണ് ഞമ്മന്റെ നാജി നൗഷാദ് അല്ലേ? അതെ അതെ, അവര് നല്ല ധൈര്യമുള്ള ഒരു വനിതയായിട്ട് ഈ അടുത്ത ധന്യവർമ്മന്റെ ഇതിലൊക്കെ ഇന്റർവ്യൂല് കുറച്ച് ഞാൻ കണ്ടിരുന്നു. ഒരു നല്ല ഒരുപാട് ട്രാവൽ ചെയ്തൊക്കെ ആയിട്ട് തോന്നി, നല്ല മതിപ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ പത്ത്? ഞാൻ തീർത്തരാം, മതിപ്പൊക്കെ തീർത്തരാം. അല്ല, അത് നമ്മള് വിവരം വിദ്യാഭ്യാസം എന്നുള്ള രണ്ടാണെന്നുള്ളത് നമ്മൾ പറയും. അതുപോലെ നമ്മൾ യാത്ര ചെയ്ത് നമുക്ക് ഒരുപാട് വിവരം വെക്കുന്നൊക്കെ പറയും. പക്ഷെ യാത്ര ചെയ്ത് വിവരം വെക്കാത്ത ഒരേ ഒരാളാണ് ഞമ്മന്റെ നാജി നൗഷാദ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നാജി നൗഷാദിന്റെ റീസെന്റ് പോസ്റ്റ് നമുക്ക് കാണിക്കാം. അപ്പൊ പോസ്റ്റ് കാണിക്കുന്നതിന് മുമ്പ് ഇറാനിൽ ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങള് ഭയങ്കര എന്താണ്, യു ആർ ലിവിങ് അണ്ടർ എ റോക്ക് അല്ലെ? കൊമ്മിനി ബക്കളാവടി ഞാൻ നെഞ്ച് വെച്ച് നേരിടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതെ, കീഴേരി അച്ചു സ്റ്റൈലില് നടന്നായിരുന്നു മേലേക്ക് പോയിട്ടുണ്ട്. അതെ, മുറികളെടുത്തിട്ടുണ്ട്. വേണ്ടത്. അപ്പൊ ആളതിലൊക്കെ വിശ്വസിച്ചിരുന്നു. ആളുടെ മോനോടോ മറ്റോ നിന്റെ ഓപ്പൺ ആയിട്ട് ജിഹാദ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ടീമാണ്. നല്ല 916 ഉസ്താദ് അത്ര പറഞ്ഞാൽ മതി. ഒരു 9 വയസ്സുള്ള കുട്ടീനോട് പറഞ്ഞിട്ട് നീ ഒരു 90 വയസ്സ് വരെ ജീവിച്ചിട്ട് പിന്നെ ജിഹാദ് ചെയ്താൽ മതി. എന്താ അങ്ങനെ? കാരണം ഇപ്പൊ എന്താണാവോ 9 വയസ്സല്ലേന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ പോണോ? പ്രായം കരുതൽ അല്ലേ? കരുതൽ കാണാതെ പോകരുത്. അപ്പൊ ഞാന് കാണുമ്പോ എല്ലാവരും കൂടെ കൂട്ടുകരച്ചിലാണ്. എന്താണ് ആ പാട്ടിന്റെ പേരില്ലേ? എന്റെ അമ്മ ചുട്ടൊരു നെയ്യപ്പം, നാണുണ്ടോ ഇങ്ങനെ പറയാൻ. ഇങ്ങനെ ആൾക്കാർ കരച്ചിലാണ്. അതാണ് അങ്ങനെ അതിന്റെ കൂട്ടക്കരച്ചിൽ കരയുന്ന ഒരാളാണ് നാജി നൗഷാദ്. അപ്പൊ നാജി നൗഷാദിന്റെ പോസ്റ്റ് ഞാൻ കാണിക്കാം, ഞാൻ വായിക്കട്ടോ ഇവിടെ എന്താ. അപ്പൊ ഈ വീഡിയോയില് നാജി അപായം ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ വായിക്കാം, പിങ്ക് ഇത് സോറി ഞാൻ ഇംഗ്ലീഷ് വായിക്കാം, പിങ്ക് ഇത് മലയാളത്തില് നമ്മളെ ഓഡിയൻസിന് വേണ്ടിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തോ. നാജി നൗഷി _ mom traveler. അത് ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, ചെയ്യൂലടാ പട്ടി. ഇത്രയും അഹങ്കാരം. The brave die only once. Long live Iran. ഇതിങ്ങനെ ഓരോ സെന്റൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇതൊക്കെ ടഫാണ്. ഫുള്ള് വായിക്കുന്നിട്ട് ഞാൻ എസെൻസ് ആയിട്ട് പറയാം. എസെൻസ് ഓക്കെ. എസെൻസ് അല്ല കേട്ടോ. അല്ല, നമ്മള് എന്താണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തില്ല, അങ്ങനെ ഒരു സംഭവം വൈറലായില്ലേ? അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണോ? എന്താണ് എന്നാ ഒന്നുകൂടി എന്നാ ചെയ്യാം, ഒന്നുകൂടി നോക്കട്ടെ. ഒന്നുകൂടി പറയും. The brave die only once. ധീരതയുള്ളവർ ഒരിക്കലേ മരിക്കാറുള്ളൂ. അതെ. Long live Iran. ഇറാൻ നീണാൾ വാഴട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മേലെ പോയി ഹൂറികളുടെ ഇടയിൽ ഉള്ളിപ്പോ തത്തിക്കളിക്കട്ടെ. As an overlander, a solo traveler, I only experiencing people and explore the places. ഒരു സോളോ ട്രാവലർ എന്ന നിലയിൽ എനിക്ക് പലതരം എക്സ്പീരിയൻസസ് ഉണ്ട്, അങ്ങനല്ലേ? അതെ, ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, സ്ഥലങ്ങൾ കാണുന്നു. ഓക്കെ. I'm not a blogger, like to upload videos for reach and earnings. ഞാൻ നിങ്ങളെമാരിയുള്ള ചീള് കേസല്ല, ഞാൻ വലിയ സോളോ ട്രാവലർ, ബ്ലോഗർ ഒന്നല്ല ഞാൻ. I believe in my thoughts and reality about those countries. ഞാൻ എന്റെ വിശ്വാസങ്ങളും ചിന്തകളിലും അടിയുറച്ച് വിശ്വസിക്കുന്നു, ഞാൻ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള. റൂട്ട് മനസ്സിലായോ? അങ്ങോട്ട് തിരിയുന്നുണ്ട്, റൂട്ട് അങ്ങോട്ട് നമ്മുടെ ഇസ്ലാം. അതെ അതെ. As part of my world travels, the country my eyes longed deeply to see. അതെന്താ നീ അവിടെ നിർത്തുന്നത്? അതൊരു സെന്റൻസ് ആയില്ലല്ലോ.
ഇവിടെ ഇംഗ്ലീഷ് ഇങ്ങനാണേ. ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടി നോക്കട്ടെ. എന്റെ ലോക രാജ്യങ്ങളിലുള്ള പര്യടനങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യം ഇറാൻ. വെറുതെ ചോദിക്കണ്ട, ഈ പര്യടനത്തിന്റെ വേർബ് ഫോം എന്താ? പര്യടനങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ആണോ? എന്താ ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ പാത്തു, ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മലയാള ഭാഷ മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. ബാക്കി പറഞ്ഞു. This is the biggest reason I did not get an American visa. ഏത്? ഓക്കെ, ഇറാനിൽ പോകണമെന്നുള്ള എന്റെ ആഗ്രഹം, അതാണ് അമേരിക്കൻ വിസ കിട്ടാതിരിക്കാനുള്ള റീസൺ, കാരണം. അങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ ഇറാനിൽ പോയതുകൊണ്ട് അമേരിക്കയിലോട്ട് പോകാൻ പറ്റിയില്ലേ? അങ്ങനെയാണോ? പക്ഷെ ലോങ് ടു സീ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇറാനിൽ പോയില്ല, പക്ഷെ പോയിട്ടുണ്ടല്ലേ. ഇവര് പറയുന്നത് ഇറാനിൽ പോയത് കൊണ്ടാണ് എനിക്ക് അമേരിക്കൻ വിസ നിഷേധിക്കപ്പെട്ടത്. ഈ അമേരിക്കക്കാർക്ക് അറിയാം ഇത് ഇതുപോലത്തെ പോസ്റ്റ് ഒക്കെ ഇടുന്നു. അതെ, വെരി ഗുഡ് മൂവ്. അടുത്തത് പോട്ടെ. I have only one thing to say. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. The land of the brave, the world has witnessed. ഇത് ധീരന്മാരുടെ രാജ്യം, ലോകം കണ്ട ഏറ്റവും ധീരന്മാരായിട്ടുള്ള ആളുകളുടെ രാജ്യം. ഏത്? ഇറാൻ. The land of compassionate people. ഏറ്റവും ദയാലുക്കളായ ആളുകളുള്ള രാജ്യം ഇറാൻ. Land known by the name of the brave warrior Ali Khamenei. അലി ഖമേനി എന്ന ധീര പോരാളിയുടെ പേര് കൊണ്ട് ഗർജിക്കുന്ന രാജ്യം ഇറാൻ. നശിപ്പിച്ച അവസാനം വെച്ച് അവിടെ നശിപ്പിച്ചു. ഇതുപോലെ കുറെ സാധനങ്ങൾ എഴുതി വന്നിട്ട് അവസാനം വാരിയർ അലി ഖമേനി. അതന്നെ, അവൾക്ക് ലോക പര്യടനത്തിനല്ലേ വിവരം വെച്ചിട്ടില്ലെന്ന് പറയാം. ട്രാവലിംഗ് കൊണ്ട് മാത്രം വിവരം ഉണ്ടാവുന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന ഒരു യുവതി അല്ലെ. അപ്പൊ ഇതില് ഇവര് പറയുന്ന ഖമേനിയുടെ റൂളിലാണ് ഇവരെങ്കില് ഇവർക്ക് ഇങ്ങനൊന്നും ട്രാവൽ ചെയ്യാൻ പോലും പറ്റണ്ടാവില്ല. അതവര് മനസ്സിലാക്കുന്നില്ല. അതാണ് ഐറണി. യു സീ ദി ഐറണി, ഡോണ്ട് യു? ഐ ഡു. അത് മാത്രല്ല, ഈ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളൊക്കെ ഇങ്ങനെയാണ്. ഇവര് നല്ല ഫ്രീഡത്തിൽ ജീവിക്കും. പക്ഷെ ഈ ഇറാനിലുള്ള സ്ത്രീകളെ, ഈ അഫ്ഗാനിസ്ഥാനിലുള്ള സ്ത്രീകളെ നോക്കിയിട്ട് കരഞ്ഞിട്ടുണ്ട് നാജി. ഇവർക്ക് ഒരു ഫ്രീഡം ഇല്ല എന്ന് പറഞ്ഞിട്ട് നാജി കിടന്ന് കരയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ വെച്ചിട്ട്. അതെ, ഇവര് ഈ മഹസാമീനെ ഒന്നും ഇവർക്ക് അറിയില്ലേ? പുറത്ത് കണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ ആ കുട്ടീനെ കൊന്നത്. ആ റെജിമിന് 50,000-ലധികം ആളുകളെ, പ്രൊട്ടസ്റ്റേഴ്സിനെ വെടിവെച്ച് കൊന്ന ഒരു റെജീമിലെ ഒരു തലവന് വേണ്ടിയിട്ടാണ് ഇവളി വാദിക്കുന്നത്. ഐറണി, ഡോണ്ട് യു സീ ദ ഐറണി? എന്താണ് ഇവളുടെ സ്റ്റോറി? അതെ, ഇവര് അതിന്റെ പൊളിറ്റിക്സ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. മാസാമിനി ആരാണ്, എന്തിനാണ് അവർ കൊല്ലപ്പെട്ടത്, അതൊന്നും അറിയില്ല. അവരുടെ ജനത, ഇവർ പറയുന്നുണ്ടല്ലോ ഇറാൻ ധീരരായ ആളുകളുടെ രാജ്യമാണ്. കറക്റ്റാണ് അവർ പറയുന്നത്. ഒരുപാട് ധൈര്യം വേണം ഖമേനിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാന്. അവര് കാണാതാവും അല്ലെങ്കിൽ കൊല്ലപ്പെടും. അപ്പം കറക്റ്റാണ്, അതുവരെ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ധീരരായിട്ടുള്ള ആളുകളുടെ, കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളുടെ, പേർഷ്യക്കാരുടെ രാജ്യം തന്നെയാണ് ഇറാൻ. പക്ഷെ എന്താ കാര്യം, ഖമേനിയാണ് അവരൊക്കെതിരെ വയലൻസ് അഴിച്ചുവിട്ടത്, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്, ആ രാജ്യം കുട്ടിച്ചോറാക്കിയതും ഈ തിയോക്രസിന്റെ കീഴിൽ അവര് ഒന്നാമത് അവര് കറപ്ഷൻ, അവരുടെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി. പിന്നെ അതുകൂടാതെ ഇതുപോലുള്ള പ്രോക്സി വാറുകൾ, ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള എന്നൊക്കെ പറഞ്ഞ അവിടെയും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആ മൊത്തം മിഡിൽ ഈസ്റ്റിന്റെ സ്ഥിതി അസ്ഥിരമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പെറയ സ്റ്റേറ്റ് എന്നാണ് അവരെ വിളിക്കുന്നത്. അത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റോഗ് നേഷൻ. അപ്പൊ അവർക്ക് ആ നേഷന് എന്തെങ്കിലും തരത്തില് മുന്നോട്ട് വരാനുള്ള ഒരു വഴി ഉണ്ടെങ്കിൽ അത് അടയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു തലവനായിട്ടുള്ള ആളെയാണ് ഇവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 1989 തൊട്ട് തുടങ്ങിയതാണല്ലോ ഇയാള് ഈ പരിപാടി തുടങ്ങിയിട്ട്. അതെ, കിരാത ഭരണം. മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരമാക്കാന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലായിടത്തും ടെററിസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാണ്. അതെ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ദ വെസ്റ്റ് എന്നുള്ള ആണല്ലോ അവരുടെ മുദ്രാവാക്യം തന്നെ. അപ്പം അങ്ങനെ അവര് ഇതുപോലുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ October 7 പോലും ഇവർ തന്നെയാണ് ഇൻഡയറക്ട്ലി അതിന് ചുക്കാൻ പിടിച്ചത്. അവരുടെ ഹമാസിന്റെ തലവന്മാരാണെങ്കിലും അവർക്കൊക്കെ ഉള്ള സപ്പോർട്ടും ഇറാൻ തന്നെയായിരുന്നു. ഇറാൻ അവിടെ ഒരു വലിയൊരു ശക്തിയായിട്ട് നിലനിൽക്കുന്നു. പിന്നെ അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് കൂടി വരികയാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ? ഇത്രയും പ്രായമുള്ള ഒരാള്, ഈ കമ്പനി ഇത്രയും വയസ്സുള്ള ഒരാള് ഇയാളുടെ നാട്ടിലെ യൂത്തിനാണ് കൊലപ്പെടുത്തുന്നത്. ഇയാൾ ഇത്രയും വർഷം ജീവിച്ചു, ഇയാളുടെ ജീവിതകാലം കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ മരിക്കാനായി. ഇപ്പൊ ഇനി നിങ്ങളുടെ യൂത്തിനെ കൊന്നെടുക്കുക.
അപ്പൊ അത്രയും ക്രൂവൽ ആയിട്ടുള്ള ഒരാളാണത്. യൂത്തിന് ഉം. നമ്മുടെ നാട്ടിൽ യൂത്തിനെ കൊന്നെടുക്കാൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാത്തും എല്ലാവരും പൊട്ടിത്തെറിക്കട്ടെ. ഡെത്ത് ടു അമേരിക്ക. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞത്? എന്തെങ്കിലും ബാക്കിംഗ് ഉണ്ടോ? നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇവര് അപ്പൊ വന്ന് പറയും ഇപ്പൊ ഈ അമേരിക്ക കുറെ സാങ്ഷൻസ് വെച്ചില്ലേ, ഈ സാങ്ഷൻസ് കൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ആയതെന്ന്. ഈ സാങ്ഷൻ വെക്കാനുള്ള കാരണം എന്താന്ന് ഇവര് പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കള്ളി പൊളിയും. അത് നമ്മുടെ ന്യൂക്ലിയർ അവർക്ക് എൻട്രി ചെയ്യാനുള്ളത് അവസരം കൊടുത്തിരുന്നു. പക്ഷെ അത് അവര് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്തില്ല. അവരിങ്ങനെ എന്തൊക്കെയോ വെപ്പൺസ് ഉണ്ടാക്കില്ല എന്ന് പറയുകയും പക്ഷെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. പിന്നെ ചർച്ചകളിലൊക്കെ വന്നിട്ട് ചർച്ചകൾ ഇങ്ങനെ അലസിപ്പിക്കുക. അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. യാതൊരു സമവായവും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക. പല അവസരങ്ങളും കൊടുത്തിരുന്നല്ലോ ഇറാന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാലും അമേരിക്കയും ഇസ്രായേലും യൂണിലാറ്ററലി വേറൊരു സോവറിൻ രാജ്യത്ത് പോയി അവരുടെ നേതാവിനെ കൊന്നു കളഞ്ഞത് ശരിയാണോ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ജനത അത് ആഗ്രഹിച്ചിരുന്നു, അത് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിനോട് വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് അവര് പറഞ്ഞിരുന്നു അല്ലെ. അവർക്ക് ആകെയുള്ളൊരു ഹോപ്പ് അതായിരുന്നു. കാരണം അവര് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ജനതയ്ക്ക് അത് വേണമെങ്കിൽ അവര് സ്വന്തമായിട്ട് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഇത് തന്നെയാണ് വെനസ്വേലയിലും സംഭവിച്ചത്, ഇത് തന്നെയാണ് ഇറാനിലും സംഭവിച്ചത്. കാരണം അവര് ശ്രമിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല. അവരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ മരിച്ചിട്ട് അവരുടെ ശവശരീരങ്ങൾ പോലും വിട്ടുകൊടുക്കാതെ അത് ദേവർ ഹോൾഡിംഗ് ദ ഡെഡ് ബോഡീസ് ഹോസ്റ്റേജ്. എന്നിട്ട് അതിൽ നിന്നും പൈസ ഉണ്ടാക്കി ഇത്രയും ഒരു ചെറ്റ പണി ചെയ്ത ഒരു സോറി ഫോർ ദ അൺപാർലമെന്ററി ലാംഗ്വേജ് ടാഷ് പണി ചെയ്ത ഒരു ഭരണകൂടം അല്ലെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഖമേനി മരിച്ചു. ഖമേനി പോയതോടുകൂടി അവിടെ എല്ലാം വെടിപ്പായി. നാളെ മുതൽ ഡെമോക്രസി പുലരും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതില് അർത്ഥമില്ല കേട്ടോ. കാരണം അതിന് ശേഷം ഇനി അവിടുത്തെ റെവല്യൂഷണറി ഗാർഡ്സ് ആയിരിക്കും ചിലപ്പം, ഒരു മിലിറ്ററി റൂൾ ആയിരിക്കും വരിക. അല്ലെങ്കിൽ ഖമേനി അദ്ദേഹത്തിനെ മാറ്റി തന്നെയുള്ള ഒരാളെ ചിലപ്പം ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും നെക്സ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. സോ എനിത്തിങ് ഇസ് പോസിബിൾ. പിന്നെ ഈ റസ പെൽവി ആള് വരുമെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും അത്ര സിമ്പിൾ അല്ല. അയാളൊരു ഫ്ലൈറ്റ് പോയി പിടിച്ച് അവിടെ പോയി ടെഹ്റാൻ എയർപോർട്ടിൽ ഇറങ്ങി അയാൾക്ക് സ്വീകരണം, അങ്ങനെയൊന്നും ഒരു സ്ഥിതിയല്ല അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്ത് ഉണ്ടാവും. അവർക്ക് ഒരു ചാൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവരുടെ ജനത അതിൽ നിന്നും ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം അല്ലെ. അതെ അതെ, അത് നമ്മളിപ്പോ പൊതുവെ പറയാത്തൊരു ഫീച്ചറാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കമേനി ജനങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു, ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആൾക്കാർ ഗൂണ്ടറായിട്ടുള്ള ആൾക്കാരെ വെടിവെച്ച് വന്നു, ഹോസ്പിറ്റലിൽ കയറിയിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പൊതുവെ ആൾക്കാർ ഡിസ്കസ് ചെയ്ത് കാണാത്തൊരു കാര്യമാണ് നമ്മള് നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവര് യുറാനിയം എൻറിച്ച്മെന്റ് അങ്ങനെയൊക്കെ പറയും ചെയ്യുന്നു. ഇവർ വേറെ രീതിയിൽ നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് വാട്ടർ അനധികൃതമായിട്ട് ജനങ്ങളെ പട്ടിണിയാക്കുന്ന രീതിയിൽ, ഡ്രോട്ട് വരുത്തുന്ന രീതിയിൽ പമ്പ് ചെയ്തെടുക്കുക ടെക്നോളജി. കാരണം ഇവർക്ക് പുതിയ ടെക്നോളജി ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം ഇവര് ഗ്രൗണ്ട് വാട്ടർ കംപ്ലീറ്റ് പമ്പ് ചെയ്തെടുക്കണം. സോ ആ നാട്ടിൽ ഡ്രോട്ട് വരികയാണ്. സോ ഇതിനൊക്കെ ഇവര് ഒരു എന്താ പറയാ, ഇവരുടെ ഫണ്ടിങ് ഫുള്ള് ഈ മറ്റേ ഡിഫൻസിൽ കൊണ്ട് ഇവരുടെ നാട്ടിലുള്ള ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാതെ ഇവരുടെ ഇൻഫ്ലേഷനിൽ എത്തിച്ച് ഇവര് മാക്സിമം ഒരു ചോറാക്കിയിട്ട് അവിടുത്തെ ജനങ്ങൾ ഇപ്പോ സന്തോഷിക്കാണ്. അവിടുത്തെ ജനങ്ങൾ സ്ട്രീറ്റ്സിൽ സന്തോഷിക്കുക. പക്ഷെ ആർക്കാണ് സങ്കടം? നമ്മളെ നാട്ടിൽ അവര് കരച്ചിലാണ്. ഇൻസ്റ്റഗ്രാം തുറന്നിട്ട് ക്യാമറ കരച്ചിലാണ്, പറഞ്ഞിട്ട് കരച്ചിലാണ്. കരച്ചിൽ കണ്ടിരുന്നോ? ഒരുപാട് കണ്ടിരുന്നു. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതില് ഇവരുടെ സ്വത്വബോധം എന്ന് പറഞ്ഞത് ഒരു സ്വിച്ച് ഇട്ട പോലെ. ഓക്കെ, ഇപ്പം ഇതില് പറയുന്നത് ഇസ്രായേല് അവരുടെ സ്കൂളില് ബോംബിട്ടു. 80ഓളം കുട്ടികൾ പഠിക്കുന്ന എലിമെന്ററി സ്കൂളിൽ ബോംബിട്ടു. കുറെ കുട്ടികൾ മരിച്ചു. വിഷമമുള്ള കാര്യം തന്നെയാണ് കുട്ടികൾ മരിക്കുന്നത്. പക്ഷെ ആ സ്കൂൾ ഉണ്ടായിരുന്നത് ഇവരുടെ റെവല്യൂഷണറി IRGCന്റെ ആ കോമ്പൗണ്ടിന്റെ അടുത്തോ അതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ എന്തോ ആണ്. സോ ഇത് അവരുടെ ഒരു സ്ഥിരം, നമ്മുടെ സമാധാന മത ടീംസിന്റെ സ്ഥിരം ടാക്ടിക്, ഹ്യൂമൻ ഷീൽഡ് തന്നെയാണ് നമ്മൾ ഹമാസ് ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ഇവരും ചെയ്തത്. പിന്നെ വേറൊരു കാര്യം നോക്കാനുള്ളത്, അവരുടെ ഭരണകൂടം അവരുടെ ആളുകളെ കൊന്നുകൊണ്ടിരുന്നപ്പോഴും അവരുടെ ശവശരീരങ്ങൾ വെച്ച് വിലപേശിക്കൊണ്ടിരുന്നപ്പോഴും കരയുന്നില്ല ഇവര് കേട്ടോ. പക്ഷെ ഇസ്രായേല് വന്നു കൊന്നു, അപ്പം മാത്രം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്വിച്ച് ഇട്ട പോലെ കരയുന്നത് അല്ലെ. അതെ, അത് ഇപ്പൊ അത് ന്യൂസ് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഇസ്രായേൽ അല്ല സ്കൂൾ ആക്രമിച്ചത്,
ഇറാന്റെ തന്നെ മിസൈല് അതും വരുന്നുണ്ട്, വഴിതെറ്റി വന്ന് അതിനും സാധ്യതയുണ്ട്. മൂട്ടിൽ വെടിവെച്ചു. യെസ് യെസ്, പോസിബിൾ. ആ അപ്പം കരച്ചിൽ നിൽക്കൂട്ടോ, അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരച്ചിൽ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഇവര് മറ്റേ ഗൾഫ് സ്റ്റേറ്റ്സിന് എതിരെയൊക്കെ ഇപ്പം ഓപ്പൺലി സിവിലിയൻ റീജിയൻസിലേക്ക് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആർക്കും കരച്ചില് ഇല്ല. എന്നിട്ട് പാം ജുമേറയിലും ബുർജ് ഖലീഫന്റെ അടുത്തൊക്കെ ഇവര് റോക്കറ്റ് വിടാം. ദേ ആർ പ്രോബബ്ലി ട്രൈങ് ടു സീ അവർക്ക് എത്ര റേഞ്ച് ഉണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി കൺഫ്യൂസിങ്. അങ്ങനെയുള്ള ഒരു സ്റ്റെപ്സ് എന്തിനാണ് അവർ എടുക്കുന്നത്? ഒബ്വിയസ്ലി ഈ സ്റ്റേറ്റ്സ് ഒക്കെ പുറമെ അവര് ഇറാനെതിരെ പറയില്ലെങ്കിലും ദർ കോംപ്ലിസിറ്റ്. അവര് യുഎസിനെയും ഇസ്രായേലിനെയും സപ്പോർട്ട് തന്നെയാണ്. കാരണം ഇറാൻ അവിടെ ഉള്ളത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല. ആ മൊത്തം ഏരിയയിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഈ മതം പറഞ്ഞ് കരയുന്നവര് അവരെന്നെ അവരുടെ മതത്തിൽപ്പെട്ട കൺട്രീസിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, ഇപ്പൊ ഖത്തറിലാവട്ടെ, UAE-ലാവട്ടെ, ബഹ്റൈൻ, സൗദി, എല്ലായിടത്തും അവര് മിസൈൽ വിടുന്നുണ്ട്. അപ്പൊ അതൊന്നും പ്രശ്നമില്ല അവർക്ക്. ഇനി പിന്നെ വേറെ കോൺസ്പിരസി തിയറി ഒക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ഇതൊക്കെ ശരിക്കും ഇസ്രായേലാണ് വിട്ടത്, എന്നിട്ട് ഇറാനാണ് വിട്ടത് എന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികം. ഞാൻ ഈ ഫാമിലി എല്ലാവരും അടുത്ത് പറയുന്നുണ്ട്. അവരുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഈ എല്ലാവരുടെയും ഫാമിലീസ് GCC കൺട്രീസിൽ ഉണ്ടാവല്ലോ. എല്ലാവരും ഈ കമ്പനിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ വിചാരിക്കാം, നിങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ ബോംബ് ഇടുന്ന ആൾക്കാർ മരിക്കുന്നുണ്ട്, ഡെബ്രി വീണിട്ട്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞതാണ് കൊമേനി അടിപൊളി രക്തസാക്ഷി, എന്താണ് വീർ ഷഹീദ് എന്നാ അങ്ങനെ എന്തൊക്കെ പറയും. രക്തസാക്ഷിത്വം വരിച്ചു. ഇനിയിപ്പം ജന്നത്തുൽ ഫിർദൗസിലാണ്, പടച്ചവന്റെ അടുത്തേക്ക് പോയി. ലോകത്ത് ഒരേ ഒരു നേതാവായിരുന്നു ഇസ്രായേലിനെതിരെ എത്തുന്നത്. ഇനിയിപ്പോ മയ്യത്ത് നിസ്കാരമൊക്കെ നടന്നിട്ടുണ്ടാവോ, അല്ലെങ്കിൽ നടക്കുമായിരിക്കും അല്ലേ? ലോകത്തെമ്പാടും ഇനി മയ്യത്ത് നിസ്കാരം ഉണ്ടാവും എല്ലായിടത്തും. എന്തായാലും കേരളത്തിലേക്ക് പ്രതീക്ഷിക്കാന്ന് കരുതുന്നു. ഇന്ത്യയിലൊക്കെ ആൾക്കാർ എഞ്ചതി കരച്ചില്ലെന്നറിയോ? ലക്നൌയില്, അതുപോലെ ലക്നൌവിൽ പോണോ? കേരളത്തിൽ തന്നെ ഇപ്പം ഞാനൊരു സോളിഡാരിറ്റിന്റെ ഒരു ജാഥ കണ്ടു. അതിലവർ എഴുതിയിരിക്കുന്നത് ബാനറിന്റെ മുകളിൽ, ഞങ്ങൾ ഇറാൻ ജനതയുടെ കൂടെയാണ്, ഖമേനിയുടെയും കൂടെയാണ്. അതെങ്ങനെയാ ശരിയാവുക? ഇറാൻ ജനതയുടെ കൂടെയാണ്, നിങ്ങൾ എങ്ങനെ ഖമേനിയുടെ കൂടെയാണ്? ഓരോരോ കോമഡി ഒരു ബോട്ടില്. അതെ. പിന്നെ ഇറാൻ ജനത എന്ന് പറയുമ്പോ ഒരു 20 മുതൽ 30% ആളുകൾ അവര് ഇപ്പോഴും ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള തിയോക്രസീനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും വന്നിട്ട് ഇവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അവർ ഏറ്റെടുക്കുന്നു എന്നതിലൊക്കെ അസംതൃപ്തിയുള്ള ഇറാനിയൻസ് ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷം അവരല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? ഭൂരിപക്ഷം അവിടുത്തെ ഈ ഒരു തിയോക്രാറ്റിക് ഭരണകൂടവുമായിട്ട് മല്ലടിച്ച് പൊറുതിമുട്ടി, നീ നേരത്തെ പറഞ്ഞവരെ എക്കണോമിക് സ്ഥിതി ആവട്ടെ, മൊത്തത്തിലുള്ള ഒരു ജീവിക്കുക. പിന്നെ സ്ത്രീകളുടെ കാര്യം പിന്നെ പറയേ വേണ്ട. സ്ത്രീകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഈ ഹിജാബ് നിയമങ്ങളാവട്ടെ, സ്വത്തവകാശ നിയമങ്ങളാവട്ടെ, സ്ത്രീകളെ ഒരുപാട് അടിച്ചമർത്തിയ ഒരു ഭരണകൂടം, അല്ലെ? അപ്പം മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭരണകൂടത്തിനും ഖമേനി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ജനതയാണ്. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വെനിസ്വേലയിലെ പ്രശ്നം വന്നപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ആ രാജ്യത്തെ ജനതയുടെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞാല് ഈ അമേരിക്കയ്ക്ക് എന്ത് ഇമ്പീരിയലിസ്റ്റ് ആയിട്ട് പെരുമാറുന്നു അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആദ്യം അവിടുത്തെ ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അമേരിക്ക ഇമ്പീരിയലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൊമേനിയോ IRGC ഇമ്പീരിയലിസ്റ്റ് ആണോ? അത് ആൻസർ ചെയ്യൂ. അവര് ഇമ്പീരിയലിസ്റ്റ് അല്ല, അവര് നമ്മന്റെ ആൾക്കാര്. അമേരിക്ക അവര് പല രാജ്യങ്ങളിലും പോയി അവരുടെ പ്രോക്സികളെ വെച്ചിട്ട് പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തുന്നു. ലെബനോണിലാകട്ടെ, സിറിയയിലാകട്ടെ, മറ്റേ ഇസ്രായേൽ ആകട്ടെ, അല്ലെ? അപ്പം അതില് ഇമ്പീരിയലിസ്റ്റ് താല്പര്യങ്ങൾ അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഇതന്നെ അവർക്കൊരു സെലക്റ്റീവ് വിഷൻ. അപ്പൊ ഞാൻ ഒരിക്കലും ഈ അമേരിക്ക ചെയ്തതിന് അങ്ങനെ ഫുള്ളായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പറയാം അതെങ്ങനെ ഒരു രാജ്യം അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം, അല്ലെ? അതൊരു നൈതികതയാണോ? അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. ഇല്ലെങ്കിൽ അമേരിക്കക്ക് പകരം ആര് എന്നുള്ളതും വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കൂടെ ചേർത്ത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. അമേരിക്ക ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളത്. അപ്പൊ പെർപ്പച്വലി ആളുകൾ സഫർ ചെയ്യണോ വേണ്ടത്, അതോ അമേരിക്ക ഇന്റർഫിയർ ആണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ലോങ് റൺ ഈ ഒരു ഗവൺമെന്റ് ചിലപ്പം ഇൻ ദ ലോങ് റൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ തടസ്സം നിന്നിരുന്നത് ഖമേനിയും കൂട്ടരും. അപ്പം ഇൻ ദ ലോങ് റൺ ചിലപ്പം ഇത് നന്നായിട്ട് തന്നെ ഭവിക്കാം, അല്ലെ? അത് നമുക്ക് പ്രത്യാശിക്കാം, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇറാനിലുള്ള ജനത വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ജനതയാണ്. എക്സ്ട്രീംലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഏത് ലാബ് എടുത്താലും ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഒരു ഇറാനിയൻ നിങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റും. കാരണം അവർ എക്സ്ട്രീംലി എഡ്യൂക്കേറ്റഡ് ആണ്. അവരുടെ പൊട്ടൻഷ്യൽ മാച്ച് ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണിത്.
അവരുടെ വാല്യൂസ് ഒക്കെ കുറെ വെസ്റ്റേൺ വാല്യൂസ് ആയിട്ട് അലൈൻഡ് ആണ്. ഞാനും അറിയുന്ന ഇറാനിയൻ ഒരു കപ്പിൾ ഉണ്ട്. അവരുടെ ഞാൻ വിവാഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഒരുപാട് വെസ്റ്റേൺ, ഇവിടെയൊക്കെ നമ്മൾ വെസ്റ്റിൽ കാണുന്ന ഒരു കല്യാണം പോലെ ഗൗണൊക്കെ ഇട്ടിട്ട് കേക്കൊക്കെ മുറിച്ച് അങ്ങനെയല്ല അവര് വളർന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഒപ്രഷൻ ഉണ്ടാവുന്നവരെ. പിന്നെയാണ് അവിടെ ഈ ഹിജാബ് കമ്പൾസ് അങ്ങനെയുള്ള ഡയസ്പോറ പ്രത്യേകിച്ചും അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് നാട്ടിലേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ റെജീം കാരണം, ഈ ഡയസ്പോറയ്ക്ക്. അപ്പം അങ്ങനെ ഇറാനിലേക്ക് ഇനി ഈ ഖമേനി ഇല്ലാത്ത ഒരു ഇറാനിലേക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക പുറത്തൊക്കെ ജീവിക്കുന്ന ഇറാനിയൻസും. ഡയസ്പോറ എന്തായാലും, കാരണം ഞാൻ കാണുന്ന ഇറാനിയൻസ് മോഡേണിസ്റ്റുകളാണ്. കാരണം അവരും ഈ വെസ്റ്റ് വാല്യൂസ് അബൈഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടെ നാട്ടിൽ പോകാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ സിറ്റുവേഷൻ ഉള്ള കാരണം അവർ ട്രാപ്പായിട്ട് എടുക്കാണ്. പക്ഷെ അവർക്ക് റിജോയ്സ് ചെയ്താണ്. അവരെ സ്റ്റോറീസ് അവരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ അവർ റിജോയ്സ് ചെയ്യണം, അവർ ഹാപ്പിയാണ്. പക്ഷെ കരയുന്നത് ആരാണ്? നമ്മുടെ നാട്ടിൽ ഷിയ. എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയില്ല? നമ്മുടെ മതം ഓരുടെ മതം സെയിം സെയിം. അപ്പൊ ഓരോരുത്തരെ പറ്റി നമ്മൾ കരയണം. അങ്ങനെ അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റിഡക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെറുതെ കിടന്ന് കരയുക എന്ന് വെച്ചാൽ ക്യാമറ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നത് ചിരി വരെയാണ് കരച്ചിൽ കാണുമ്പോ. ചിരിക്കാൻ പാടുണ്ടോ പാത്തു? എന്താ ചെയ്യാ, കരച്ചിൽ കാണുമ്പോഴൊക്കെ. കാരണം വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ സ്ട്രീറ്റ്സിൽ കിടന്നിട്ട് കരയുന്ന ഇവരാരും ഇന്ത്യയിൽ പെഹൽഗാം അറ്റാക്ക് വന്നപ്പോഴോ പുൽവാമ അറ്റാക്ക് വന്നപ്പോഴോ റെഡ് ഫോർട്ട് അറ്റാക്ക് വന്നപ്പോഴോ ഒന്നും മിണ്ടാതിരിക്കും. തുള്ളി കണ്ണുനീരോ ഒരു സ്റ്റോറി ഒരു എന്താ പറയാ ഒരു ഹാഷ്ടാഗ് ഒന്നും ഇടാത്ത സൈലന്റ്. അതല്ല അവരെ അത് അങ്ങനെ ഒരു കുറ്റം പറയാം. കാരണം അവരുടെ കണ്ണുകൾ റാഫേല് കുടുങ്ങിപ്പോയിണ്ടായിരുന്നു. അവർ ഓൾ ഐസ് ഓൺ റാഫേൽ. പിന്നെ അവരുടെ കണ്ണുകൾ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല. അവിടെ സ്റ്റെക്കായി പോയി. ഇപ്പോഴാണ് ടെഹ്റാനിലേക്ക് പോയിട്ടുണ്ട്. അതെ. പിന്നെ നമ്മുടെ ഗ്രറ്റ തെൻബർഗും ഒക്കെ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട് ജനതയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട്. അതെ, അതില് ഇങ്ങനെ പറയും, അതായത് ഇഫ് യു ആർ 18 and you are not a leftist, you don't have a heart. If you are 50 and if you are still a leftist, you don't have a brain. കറക്റ്റ് ആണ്. ഗ്രോ യു ബിക്കം റെഡ് എന്നാണല്ലോ. അതെ, അത് ഈ ഒരു അതിലാണ് എനിക്ക് ഏറ്റവും വിഷമം. ഈ വോക്കുകളുടെ ഒരു ഇരട്ടത്താപ്പ് അല്ലെ. അവർക്ക് ഗാസയിലുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോ പിന്നെ ഫേക്ക് പട്ടിണി ചിത്രങ്ങൾ, പട്ടിണിയാണെന്ന് പറഞ്ഞ് എന്താ ജനറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോ അവരുടെ മനുഷ്യത്വം ഇങ്ങനെ തുളുമ്പുന്നു. പക്ഷെ ഇറാനിയൻ ജനത സ്ട്രീറ്റ്സിൽ വെച്ച് കൊല്ലപ്പെടുമ്പോ പോയിന്റ് ബ്ലാങ്കിലൊക്കെ വെടിയേറ്റിട്ട് അവർ മരിക്കുമ്പോ പിന്നെ അവരുടെ ഡെഡ് ബോഡികൾ ഇങ്ങനെ കൂനയായിട്ട് ഇട്ട് ഇങ്ങനെ കാണുമ്പോ അപ്പോഴൊന്നും അവർക്ക് ഒരു വികാരവും ഉണരുന്നില്ല. ഒരു എന്താണല്ലേ സെലക്റ്റീവ് ആയിട്ടുള്ള. നമ്മളെപ്പോഴും അവർക്ക് വേണമെങ്കിൽ അവര് നമ്മുടെ നാട്ടിലുള്ള ജാതി വിവേചനത്തിനെ കുറിച്ചിട്ടൊക്കെ പറയും. പക്ഷെ അഫ്ഗാനിസ്ഥാനിലുള്ളതോ അല്ലെങ്കിൽ ഇറാനിലുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ ആ സമയത്ത് നമ്മുടെ ഐസൺ റാഫ അവിടെയൊക്കെയാണ്. അപ്പൊ പിന്നെ നമ്മള് സ്ത്രീകൾക്കുള്ളതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ വേടനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പോകണം. അത് നമ്മളെല്ലാ സ്ഥലത്തും ആളുകളുടെ പ്രശ്നങ്ങളാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പം ഈ ഗാസയിൽ മരിക്കുന്ന ആളുകളും മരിച്ചോട്ടെ എന്തേലും ആയിക്കോട്ടെ, അതല്ല നമ്മൾ പറയുന്നത്. അതിനുള്ള റൂട്ട് കോസ് എന്താണ്, എന്തുകൊണ്ട് അവർ മരിക്കുന്നു എന്ന്, അതുപോലെ തന്നെ ഇറാനിലെ എന്താണ് കുഴപ്പം എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന്റെ പിറകിലാണ് നമ്മൾ കാണുന്നത് ഈ ഒരു മതത്തിന്റെ കരങ്ങൾ, കറുത്ത കരങ്ങൾ അല്ലെ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കാത്ത പ്രശ്നങ്ങൾ എവിടെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ സമാധാനം ഒരിക്കലും പുലരാത്ത രാജ്യങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ നമ്മുടെ സമാധാനം അത് നിർബന്ധ അല്ലെ. കലണ്ടർ മനോരമ തന്നെ. ചോറിന് ശേഷം ഒരു ചെറിയ ബോംബ് അത് നിർബന്ധ. അതെ, അതിപ്പോ പാകിസ്ഥാനിലെ എല്ലാ വെള്ളിയാഴ്ചയും ബോംബ് പൊട്ടുമ്പോഴും ആരും നമ്മൾ കരയുന്നത് കാണാറില്ലല്ലോ. അതിപ്പോ വോക്കുകൾക്ക് ചില ഡെഡ് ബോഡികൾ കാണുമ്പോൾ മാത്രം അവര് സ്റ്റേജിൽ പോയി പേര് വായിക്കും. അത് പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞപ്പോഴാ, പാകിസ്ഥാനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോരുത്. കാരണം പിന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങും. ആണോ? പാകിസ്ഥാനി പോടി അത്തമ്മ അതിൽ ചിഹ്നമെടുക്കുന്നുണ്ട്. എന്തായാലും
അതെന്താ നിനക്ക് പാകിസ്ഥാനോട് അത്ര ഒരു സ്നേഹം? കേക്കട്ടെ. സ്നേഹോ നേരെ opposite ആണ്. അല്ല, പാകിസ്ഥാനെ പറ്റി പറയുമ്പോ എന്റെ വാക്കുകൾ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് നിനക്ക് പാകിസ്ഥാനോട് പ്രേമം. നല്ല വാക്കല്ല, മോശമാണ്. ഓ, ഓക്കെ. ഇപ്പൊ പിടികിട്ടിയ അല്ല, ഇപ്പൊ പിടികിട്ടി. പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ തമ്മിൽ അടിയാണല്ലോ. അപ്പൊ അതെ. ഇങ്ങോട്ട് തല്ലിത്തീരുന്ന തോന്നുന്നു. അപ്പൊ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു മിലിറ്ററി ഒഫീഷ്യൽ ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് വന്ന് പറയണ്ടായിരുന്നു, കോമഡി ആണോ കേട്ടോടെ, ആ. ഞങ്ങൾ ഒരുപാട്, ഞങ്ങളുടെ അടുത്ത് ലക്ഷക്കണക്കിന് സൂയിസൈഡ് ബോംബേഴ്സ് ഉണ്ട്, നമ്മളെല്ലാരും നമ്മൾ പാകിസ്ഥാനിൽ ഇട്ടിട്ട് പാകിസ്ഥാൻ നമ്മള് പിടിച്ചടക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഈ സൂയിസൈഡ് ബോംബേഴ്സ് ഒക്കെ പോയി പൊട്ടിത്തെറിച്ചാൽ അവരെല്ലാരും മരിക്കൂലേ, നമ്മൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? അയ്യോ, ഈ പാകിസ്ഥാനിലും മറ്റേ താലിബാൻ ഉണ്ട്. അതിനെന്തോ ഒരു പേര് പറയല്ലോ, പാകിസ്ഥാനിലുള്ള തെഹരീക്കെ താലിബാൻ അങ്ങനെന്തോ. അപ്പം അവര് തമ്മില് ഇന്ത്യ താലിബാനാണോ അന്റെ താലിബാനാണോ ഏറ്റവും മുന്തിയ താലിബാൻ, അങ്ങനെ ഒരിക്കലും നിരക്കാത്ത ഒരു മത്സരം. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിറ്റുണ്ടായിരുന്നു, ഹമാസ് അപലപിച്ചിരിക്കുന്നു കേട്ടോ ഇറാനെതിരെ. ഇല്ല, ഈ അടുത്തല്ല, ഈ രണ്ടു മൂന്ന് ആഴ്ച മുന്നേ ഹമാസ് അപലപിച്ച് ഇറാനെതിരെ ഇസ്രായേല് ഇങ്ങനെ ചെയ്യണേല് ഹമാസ് അപലപിച്ചിരിക്കണം. അവരുടെ ഒരു അപലപനത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പൊ തന്നെ പേടിച്ചിട്ട് പിന്നെ നെതന്യാഹു പറഞ്ഞു, ഹമാസ് പറഞ്ഞോണ്ട് ഇനിയിപ്പോ അവളൊന്നും ചെയ്യണ്ട, ഹമാസ് പറഞ്ഞാ പിന്നെ നമുക്ക് അതിന്റെ പിന്നെ ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴേ നമ്മള് CPM പോളിറ്റ് ബ്യൂറോ ആരാണ് അവര് പറഞ്ഞിരുന്നത് യുദ്ധം പെട്ടെന്ന് നിർത്തണം. അപ്പൊ പിന്നെ നിൽക്കുമായിരിക്കും. അതെ, അപ്പം ഈ ഇറാന്റെ അവിടെയൊക്കെ സ്റ്റേഷൻ ചെയ്തിട്ടുള്ള യുദ്ധക്കപ്പലുകളൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവായിരിക്കും അവര് പറഞ്ഞാണ്ട്. CPM അവര് പറഞ്ഞു അതെ, നമ്മളെന്തായാലും നിർത്തണല്ലോ. അവരങ്ങനെ നിർത്തിപ്പോയി എന്നാണ് അറിഞ്ഞത്. പാകിസ്ഥാൻ ഇങ്ങനെ അക്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനെ വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിങ്ങനെ നിങ്ങൾ പാടായി, നിങ്ങളുടെ കാര്യങ്ങളാണ് പൊട്ടിത്തെറിച്ച് സോൾവ് ചെയ്യാം. അതെ, പാകിസ്ഥാൻ അവിടെ അഫ്ഗാനിസ്ഥാനും മറ്റേ ബലൂചിസ്ഥാനും ആയിട്ടുള്ള യുദ്ധം ചെയ്ത് അതിൽ ബിസി ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് സമാധാനമായിട്ട് ജീവിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ അതെന്താ അവസാനിക്കാന്ന് അറിയില്ല. പാകിസ്ഥാൻ കൊണ്ടിട്ട് ന്യൂക്ലിയർ ബോംബ് എങ്ങാണ്ട് അവിടെ പോയിടുവോ അറിയില്ല. എവിടെ? അഫ്ഗാനിസ്ഥാൻ. അത് പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ പാലസ്തീനെ, നമ്മളുണ്ടോ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞു, ഓ വേണ്ട, ഇന്ത്യയായിട്ട് ബാൽഗാമിലെ തേങ്ങിയിരിക്കുന്ന നിങ്ങൾ. പാകിസ്ഥാന്റെ ആ ചീഫിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ട്രംപ് പറഞ്ഞിരുന്നല്ലോ, നിങ്ങള് ഞാനില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ പടമായേനെന്ന്. അന്ന് ഇടപെട്ടിട്ടില്ലാന്നുണ്ടെങ്കിലേ. അപ്പൊ ഇതാണ് അവസ്ഥ, ഇവരെല്ലാരും പടവേണ്ട അവസ്ഥകളാണ്. അതാണ് ഇന്നത്തെ വാർത്തകളായിട്ടുള്ളത്. അപ്പൊ ഇന്നെന്തായാലും എനിക്കൊരു ദിവസമാണ്, കാരണം എന്റെ ഇറാനിയൻ ഫ്രണ്ട്സിനും ഒരു സന്തോഷ ദിവസമാണ്. സന്തോഷം ഇല്ലാത്തത് ആർക്കാണെന്ന് വെച്ചാല് ഈ കൺവേർട്ട് ആയിട്ടുള്ള കൺവേർട്സിനാണ് സന്തോഷം ഇല്ലാത്തത്. കൺവേർട്ടഡ് ഇറാനിയൻസ്. നമുക്ക് ഇറാനിയൻ ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഇവർക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അതങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്കിതിന് പറയാനുള്ളത്, അവര് അവിടെ എങ്ങനെയെങ്കിലും സമാധാനം പുലരട്ടെ. അതിനിപ്പോ പെഹൽവി വന്നിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, വീണ്ടും ഒരു തിയോക്രസിന്റെ ഖമേനിന്റെ അടുത്ത ആൾ വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ IRGC ഭരണം എടുക്കാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാന്നാ പറയാനുള്ളൂ. അല്ല, ഇപ്പൊ ഒരു സ്ത്രീ സ്ട്രീറ്റിൽ വന്നിട്ട് കരച്ചിലായിരുന്നു ഇന്ത്യയില്. ഒരു എന്താ പറയാ, പിക്കുപ്പായിട്ട് ഒരു സ്ത്രീ വന്ന് കരച്ചിലായിരുന്നു. എന്തിനാണ്? മോദി ട്വീറ്റ് ചെയ്യത്തിന് ഈ യുഎസിനെ അപലപിച്ചിട്ടും ഇസ്രായേലിനെ അപലപിച്ചിട്ടും ഈ മറ്റേ ഇറാനിൽ ഇങ്ങനെ ചെയ്തതിന് വെയിറ്റ് ചെയ്തോ, ട്വീറ്റ് എന്തായാലും വരും. വെയിറ്റ് ചെയ്തു. അല്ല, ഈ കരയുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ? ഇന്ത്യയിൽ ഇങ്ങനെ കിടന്ന് കരയുമ്പോ എന്താ അവരൊക്കെ കാട്ടോ? അവരൊക്കെ NIA എന്ന് അന്വേഷിക്കുക, അതാണ് എനിക്ക് പറയാം. പ്രത്യേക ഇവരുടെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഷിയാക്കളുടെ പ്രത്യേക ചടങ്ങാണ്. എന്തെങ്കിലും വരുമ്പോഴേക്കും അപ്പം ചെന്നിട്ട് മറ്റേ ഒരു വടിയോ ബെൽറ്റൊക്കെ എടുത്തിട്ട് സ്വയം മേലിങ്ങനെ അടിച്ചടിച്ചടിച്ച് മുറിയാക്കി ചോരൊക്കെ ഒലിപ്പിച്ച് അമ്മാതിരി പരിപാടിയാണ്. എനിക്ക് പറയാനുള്ളത്, ഇനി അടുത്ത തവണ നിങ്ങൾ ആ മറ്റേ സാധനം ചെയ്യുമ്പോഴല്ലേ, മേലൊക്കെ അടിച്ച് ഉപദ്രവിക്കുമ്പോ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് ചോരൊക്കെ വരുമ്പോ നെക്സ്റ്റ് ടൈം നല്ല ഹാർഡായിട്ട് ഒന്ന് അടിക്കാം, അതില് തീരണം. പിന്നെ കര വരാൻ അതെ, പിന്നെ അതിലൊന്നും വലിയ ത്രില്ലില്ലല്ലേ? അതിലുണ്ടെങ്കിൽ നല്ല അമർത്തിടിക്കണം. ഇപ്പൊ നോമ്പിന്റെ 2ാമത്തെ 10 വീഡിയോ ഇറക്കണം ഞാൻ എന്നോടൊരു വിശ്വാസം ഒന്ന് കമന്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ ഇറക്കണേ നോമ്പിന്റെ 2ാമത്തെ 10.
ആ പിങ്കിനോട് ചോദിച്ചത് നോമ്പുണ്ടോ ചേച്ചി? ഞാൻ എല്ലാ നോമ്പും പിടിക്കും. എങ്ങനെ അറിയോ? യെസ് യെസ്. അങ്ങനൊക്കെ ഉണ്ടോ? ആ പിന്നെ ഞാന് നാട്ടില് സുബൈ ബാങ്ക് കൊടുക്കുന്നത് മുതല് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരെ ഞാൻ അവിടെ ഉറങ്ങായിരിക്കും. അപ്പൊ എനിക്ക് എല്ലാ നോമ്പും ഉണ്ട്. പിന്നെ എല്ലാം പുറത്തു വരില്ലേ ഞാൻ ഉമിനീര് പോലും ഇറക്കാറില്ല. ഉറക്കത്തിലല്ലേ? അപ്പൊ എനിക്ക് ഫുള്ള് നോമ്പും കിട്ടി. അപ്പൊ ഇനി ഇതിന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം പഠിച്ചം പുറത്തല്ലോ അങ്ങനെയാണെങ്കിൽ. അതിപ്പോ ഞാൻ ലാസ്റ്റ് എന്തായാലും കലിമ ചൊല്ലും പാത്തു മരിക്കാൻ നേരം. അതോടുകൂടി ഞാൻ സെറ്റായി. നോമ്പിന് വിഭവങ്ങളൊക്കെ മിസ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് മിസ് ചെയ്യുന്നത്. എന്താ ചെയ്യാ? പിന്നെ ഓരോ ജാതി ആൾക്കാരുണ്ട് ഈ ഫാമിലി ഗ്രൂപ്പില്. ഞാൻ അവരൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഫോട്ടോസ് അയക്കുന്ന കാരണം നോമ്പിന് മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിഭവങ്ങളുടെ ഫോട്ടോ ആണ്. ഇതിന്റെ ഇടയ്ക്ക് ഇവർക്ക് ഈ ത്യാഗവും ആത്മനിയന്ത്രണവും അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ സമയം എവിടെ നിന്നാ കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കണം. കാരണം ഷെയർ ചെയ്യണത് റെസിപ്പീസും ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ ഫോട്ടോ. എന്താണ് ഇവിടെ ആത്മനിയന്ത്രണം, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? കാരണം യാതൊരു നിയന്ത്രണവും ഞാൻ കാണില്ല. അത് കൂടുതൽ ആത്മനിയന്ത്രണത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രീവിയസ് വീഡിയോ നോമ്പിന്റെ 10 ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല വീഡിയോ ആണ്, എല്ലാരും കണ്ടുനോക്കുക. അതില് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ പാത്തു, നീ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. പെണ്ണുങ്ങളാണ് കമന്റ് ചെയ്യുന്നത് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നുള്ളത്. അപ്പൊ ഞാൻ തിരിച്ചവളോട് പറഞ്ഞിട്ടേ നോമ്പാകുമ്പോ ഫുഡൊക്കെ കഴിക്കാൻ തലേക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കമന്റ് നോമ്പ് തുറ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. കുറച്ച് പോർക്കും കുറച്ച് ബേക്കണൊക്കെ ഫ്രൈ ചെയ്ത് ചെയ്യാണ്ട് ഞാൻ ഇതിലേക്ക് പോവാണ്. നമ്മള് രണ്ടാളും കുറച്ച് പണികളിലാണ്. അതൊക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എന്നെ ഇവിടെ ഇടയ്ക്ക് കാണാം, നമ്മുടെ മുത്തുമണി പാത്തുവിന്റെ കൂടെ. അത് നിങ്ങൾ എല്ലാവരും അവളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. കൊറേ അങ്ങോട്ട് ഷെയർ ചെയ്യണ്ടേ, എനിക്ക് പണി കിട്ടും. അങ്ങനെ പറയല്ലേ, എനിക്ക് എല്ലാരും ഷെയർ ചെയ്യണ്ടേ? അവൾ പറയണൊന്നും കേക്കണ്ട, നിങ്ങളെല്ലാരും ഷെയർ ചെയ്യാം. ഓക്കെ എന്നാ അപ്പൊ താങ്ക് യു സോ മച്ച് പിങ്ക്. ഞാൻ പോയിട്ട് കുറച്ചും കൂടി സെലിബ്രേറ്റ് ചെയ്യട്ടെ. ഇറാനിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് നമ്മള് പവനായി ആയതിൽ സോറി പവനായി ശവമായി ഞാൻ സെലിബ്രേറ്റ് ചെയ്യട്ടെ. ഓക്കെ ശരി.